Good evening. Good evening, ma'am. Good evening, ma'am. Okay. Good evening. Good evening, all. Okay, so we will start. Good evening. Okay, we'll start. Prayer. Who is ready for prayer? Who is ready for prayer? നിങ്ങളെ റെക്കോർഡിൽ 2 prayer എഴുതി കാണുമല്ലോ. എഴുതിയോ? റൈംസ് ഒക്കെ എഴുതി തുടങ്ങിയോ? ഓക്കെ, ആരും ഇല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രേയർ ചെയ്യാം. മാം ഞാൻ പറയാം. ഓക്കെ. Oh God, we come to pray. Thank you for each new day. Keep everyone safe. Bless us and care us. Fill our heart with love to live. Oh God, be with us and guide us. ഇത് ഞാൻ തന്നെ എഴുതിയത്. വെരി ഗുഡ്. തന്നെ എഴുതിയിട്ടാണ് നമ്മളോട് വായിക്കുന്നത്. ഞാൻ റെക്കോർഡ് മറ്റേ റൈംസിന്റെ റെക്കോർഡിനുള്ളതെല്ലാം റഫായിട്ടായി. അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്ത് വായിച്ചത്. വെരി ഗുഡ്. റൈംസ് ആണ് സ്റ്റാർട്ട് ചെയ്തതോ ആദ്യം? സ്റ്റോറീസ് എന്തെങ്കിലും കിട്ടിയോ? സ്റ്റോറീസിന് നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ വേണമല്ലോ, നമ്മൾ ആ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് ഇരിക്കണം. അപ്പൊ ഞാൻ റൈംസ് ഒക്കെ ഫസ്റ്റ് റെക്കോർഡും ഇപ്പൊ സെക്കൻഡ് റെക്കോർഡും ഏകദേശം ആയിട്ടുണ്ട്. ഇനി സ്റ്റോറീസിന്റെയും മറ്റേ പസിൽസിന്റെയും. പസിൽസ് പിന്നെ എളുപ്പം കൊണ്ട് തീർക്കാൻ പറ്റും. സ്റ്റോറി ഇങ്ങനെ കുറേശ്ശെ ഇരുന്ന് ആലോചിച്ച് എഴുതി തീർക്കണം. അങ്ങനെ വിചാരിച്ചിരിക്കും. ഓക്കെ. So, anyone there for thought of the day? Any thoughts or any thought? തോട്ട് ഓഫ് ദ ഡേയും നിങ്ങളുടെ സ്വന്തമാകാം. ആരുടെയെങ്കിലും അഡാപ്റ്റ് ചെയ്തൊരു കോട്ട് വെച്ചിട്ടുള്ള തോട്ട് ഓഫ് ദി ഡേ ആയാലും അങ്ങനെയായാലും പ്രോബ്ലം ഒന്നുമില്ല. സോ ദാറ്റ്സ് അപ് ടു യു. അതിന്റെ ഒപ്പം തന്നെ ക്ലാസ്സിനെ വിഷ് ചെയ്യാം, എല്ലാരെയും വെൽക്കം ചെയ്യാം. ഓക്കെ, പ്ലാൻ ചെയ്ത് നോക്കൂ. സൈൻ ഔട്ട് ഓൾസോ. ക്ലാസ് കഴിയുമ്പം എല്ലാവരോടും ബൈ പറയുന്നത് ആരെങ്കിലും ഒരാൾ ഒന്ന് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. എവറി ഡേ ആള് മാറുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, സോ നമുക്ക് നിങ്ങളുടെ പോർഷൻസ് എന്തായാലും നവംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ തീരുള്ളൂ തോന്നുന്നു. സോ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. മാം ഒന്ന് പറഞ്ഞേക്കാവോ നാളത്തെ കാര്യം? കുറച്ച് പേര് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ട്. ഓക്കെ ശില്പ, എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞിട്ട് പറയുവാണെങ്കിൽ ആരെങ്കിലും ജോയിൻ ആവുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ പോരെ? വരുന്നില്ല. നവംബർ 14th നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിൽഡ്രൻസ് ഡേ. സോ ആ ഡേയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നാളെ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് കേട്ടോ, ലൈവ്. ഓക്കെ,
സോ നമ്മൾ എവിടം വരെയായിരുന്നു ഒന്ന് റീഡ് ചെയ്യാമോ? നമ്മൾ അഡൽട്സിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ചൈൽഡ് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലെ. നമ്മളും ചിലപ്പോ ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ കുട്ടിയായിരുന്നപ്പോഴും നമ്മൾ ഇതുപോലെ കുറേ ഡയലോഗ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ടാകാം. സംഭവം നമ്മളിൽ നിന്നും അങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പക്ഷെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ ഇത് ശരിയല്ലല്ലോ എന്നൊരു ഫീലും നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോ അതിനെ പറ്റിയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഓക്കെ, ഇവിടെ ഫെസിലിറ്റേറ്ററിന്റെ റോള്, ഫെസിലിറ്റേറ്ററും കുട്ടിയെ സംബന്ധിച്ച് അഡൾട്ടാണ്. അപ്പൊ ഫെസിലിറ്റേറ്റർ ആ രീതിയിലുള്ള ഇങ്ങനെ കുറെ ഡിക്ടോറിയൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ രീതിയിൽ ചെയ്യാതെ ഫെസിലിറ്റേറ്റർ എങ്ങനെ കുട്ടിയുടെ അടുത്ത് ഏതൊരു ആറ്റിറ്റ്യൂഡിൽ ആയിരിക്കണം ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്നുള്ള 3rd യൂണിറ്റിന്റെ ജസ്റ്റ് അത് എന്താണ് ഉദ്ദേശിച്ചത്, നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ലോ, നാച്ചുറൽ ആയിട്ട് അനിമൽ ബേബീസിലും ഹ്യൂമൻ ബേബീസിലും ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹ്യൂമൻ ബേബീസിന് ആ ഡെവലപ്മെന്റ് എടുക്കുന്ന സമയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ എംബ്രിയോ, അമ്മയുടെ വോംബിലുള്ള എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. പുറത്തേക്ക് വരുമ്പോ മറിയ മോണ്ടിസോറി പറയുവാണ്, അസ്യൂം ചെയ്യുവാണ്, ദർ ഇസ് എ സ്പിരിച്വൽ എംബ്രിയോ, അതായത് മനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് പറയുന്നത്. അത് ഡെവലപ്പ് ആവാതെയാണ് ബേബി ബർത്ത് ആവുന്നത്. അത് പുറത്ത് വന്ന് സമയമെടുത്താണ് ഈ മൈൻഡിന്റെ ഇത് ഡെവലപ്പ് ആവുന്നത് എന്നുള്ള രീതിയിലാണ്. ഒരു സെൽ, അതിനൊരു രൂപമൊന്നും ആയിട്ടില്ല. കറക്റ്റ് നമ്മൾ ഓരോ ഏജിലും കുട്ടികളിൽ ഓരോ മാറ്റങ്ങൾ പറയാറില്ലേ. ഒരു ഇരുത്തം വന്നു, മെച്യൂർ ആയി, പഴയ ആ രീതിയൊക്കെ മാറി, എടുത്തു ചാടി ചെയ്യുന്നത് മാറി, എല്ലാം ആലോചിച്ച് ചെയ്തു. അതൊക്കെ ശരിക്കും അതിന്റെ ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജസ് ആണ് കാണുന്നത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് റീഡ് ചെയ്തോളൂ. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനേ. ടു അണ്ടർസ്റ്റാൻഡ് ക്ലാസ് ആയിരുന്നു ഇന്നലെ പറഞ്ഞത് മനുഷ്യന്റെ കുഞ്ഞുങ്ങളും മൃഗത്തിന്റെ കുഞ്ഞുങ്ങളുമായിട്ടില്ലേ, അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞില്ലേ? ഡിഫറൻസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തായിരുന്നു? അഡൽട്സ് ഞാൻ നിന്റെ പ്രായമായിരുന്നപ്പോ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇത്ര സ്കൂളിൽ പോയത്, അതൊക്കെയാണോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? അതെ അതെ അതെ. ഈ ഒരു അഡൽട്ട് മസ്റ്റ് റെക്കഗ്നൈസ് ആ പാരഗ്രാഫ് കഴിഞ്ഞു. ടു അണ്ടർസ്റ്റാൻഡ് തൊട്ട് തുടങ്ങണം. ശരി, എന്നെ മനസ്സിലാക്കിയത്. ഓക്കെ, വിൽ റീഡ്. ഇന്നലെ കേറിയില്ല, ഇന്ന് വന്നു എന്ന് പറഞ്ഞ ആളാരായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല പേര്. Okay. To understand and follow the child, the Montessori teacher must improve the desire and ability to observe him. The teacher must bring not only the capacity, but the desire to observe natural phenomena. In our system, she must become a passive, much more than active influence, and her passivity shall be composed of anxious scientific curiosity and absolute for the phenomena which she wishes to observe. The teacher must understand and feel her position as an observer in the activity must lie in the phenomenon. Montessori felt that a Montessori teacher must study how to purify her heart. She must put on humility and above all learn how to serve. Okay, enough. Okay. കുട്ടികളെ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഔട്ട്സൈഡ്, അവരുടെ ഇന്നർ മൈൻഡ്, ആ ഒരു മൈൻഡ് മനസ്സിലാക്കാനായിട്ട് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒബ്സർവേഷൻ, ആ ഒരു കോൺസെൻട്രേഷൻ അവർക്ക് ഉണ്ടാവണം. ഒരു ഹംബിൾ, അതായത് ഒരു ഹ്യൂമിലിറ്റി എപ്പോഴും. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, മോണ്ടിസോറി സ്കൂളിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും അതിന്റെ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന ആള് വരെ വളരെ ജെന്റിലായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടാണ് കുട്ടികളോട് എല്ലാ സമയത്തും പെരുമാറുന്നത്. ഫസ്റ്റ് ചെല്ലുന്നത് തുടങ്ങി
എവറി ടൈം അവരുടെ ഒരു രീതി അത് തന്നെയായിരിക്കും. കാരണം കുട്ടികൾ എപ്പോഴും വലിയ ആളുകളെ റോൾ മോഡൽ ആക്കുന്നു എന്നും അറിയാം മോണ്ടിസോറി എപ്പോഴും വിചാരിച്ച് പറയാറുണ്ട്. സോ അത് കാണുന്ന എല്ലാ വ്യക്തികളെയും ഇങ്ങനെ ഒരു അവരുടെ ഡയറക്ടർ സ്കൂളിലെ ഒരു സാർ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ പലപ്പോഴും ടീച്ചേഴ്സുമായിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് വെക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ ഇന്നൊരു കുട്ടിയോട് സംസാരിച്ചപ്പോ പ്ലസ് 2 കുട്ടിയായിരുന്നേ, അവന് ടീച്ചർമാരെ അവൻ പേരെടുത്ത് പറഞ്ഞു, എനിക്ക് ആ ടീച്ചർ അങ്ങനെയാണ്, ഈ ടീച്ചർ ഇങ്ങനെയാണ്, അങ്ങനെ പേരെടുത്ത് ഓരോരുത്തരും പറയുമ്പോൾ അവന്റെ കണ്ണിലെ ആ ഒരു തിളക്കം, മുഖത്തെ പ്രകാശമൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അവന് കോഴ്സ് ഓൾമോസ്റ്റ് തീരാറായതിന്റെ സങ്കടം, ടീച്ചേഴ്സിനെ മിസ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു സാറ് വന്നിട്ടാണ് എന്നെ കൊച്ചിനെ എന്റെ അടുത്ത് ഏൽപ്പിച്ചു, മിസ് ഇവനോടൊന്ന് സംസാരിക്കണം, ഭയങ്കര ഡൗൺ ആണ്, അങ്ങനെ സംസാരിക്കണം വെച്ചു. സാറിന് അത്രയും ഒരു കൺസേൺ കെയർ അവനോട്. അപ്പൊ ഞാൻ സാർ ആദ്യം മിസ്സിനെ എനിക്കൊന്ന് കാണാനുണ്ട്, ഒരാളെ ഞാൻ ഇടാന്ന്. എന്റെ വിചാരം എന്തോ കുഴപ്പം ഒപ്പിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ, സാറ് സാധാരണ അങ്ങനെയുള്ള കുട്ടികളെയാണ് എന്നോട് സംസാരിക്കാറ്. സാർ ഭയങ്കര ഉള്ളിൽ നിന്ന് പറയണ പോലെ ഒരു ഫീൽ വന്നു. അപ്പൊ അങ്ങനെ ഈ മോൻ എന്റെ അടുത്ത് വരും. അപ്പൊ ഇവനെ എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ ഇവൻ അങ്ങനെ കുഴപ്പമുള്ളതല്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് ഇവനോട് സംസാരിക്കുന്നത്. പ്രോബ്ലം ഇതാണ്, അവന് പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇഷ്യൂ. എന്തോ ഭയങ്കര വീട്ടിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അച്ഛന്റെ അസുഖം, അമ്മ കഷ്ടപ്പെടുന്നത്, അതൊക്കെ ഓർത്തിട്ട് അവന് ബ്രദർ ഉള്ളത് ഭയങ്കര ടാൻട്രം, ഭയങ്കര ബാഡ് ടെമ്പർ ആണ്, പെട്ടെന്ന് ദേഷ്യം വരും. ഇവൻ ഭയങ്കര ക്ഷമയുള്ള കുട്ടി, രണ്ടുപേരും ഓപ്പോസിറ്റ്, അങ്ങനെ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബ്രദർ ഇങ്ങനെ ഭയങ്കര ഔട്ട്സൈഡ് കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കും, അവരുടെ ലൈഫിനെ ഒത്തിരി ബാധിക്കും, അവർക്ക് അവിടെ നിന്ന് വീട് മാറി വേറെ സ്ഥലത്ത് വരേണ്ട വന്നു, അങ്ങനെയൊക്കെ ഓരോരോ ഇഷ്യൂസ് എല്ലാം ഇവന്റെ മനസ്സിലിങ്ങനെ കിടക്കുക. അപ്പം എന്തെങ്കിലും സ്കൂളിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇവൻ വൈകുന്നേരം പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോയി ക്യാഷ് കണ്ടെത്തിയാണ് അതെല്ലാം പേ ചെയ്യുന്നത്. വീട്ടിൽ ചോദിക്കാൻ വിഷമം, വീട്ടിലെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, അതിനോട് ഭയങ്കര റെസ്പെക്ട് ഒക്കെ തോന്നി. അപ്പൊ ഇവിടെ ആ കുട്ടിക്ക് ഓരോ ടീച്ചർമാരെ കുറിച്ച് അത് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത ടീച്ചറിനെയും പേര് പറഞ്ഞു കേട്ടോ, അതും പറയണ്ടായി. അങ്ങനെ അത് ആ കുട്ടീനെ പറഞ്ഞു, ടീച്ചേഴ്സിനെ പറ്റി പറഞ്ഞത് എന്റെ കണ്ണിലെ ഒരു തിളക്കം. അപ്പൊ അതുപോലെയായിരിക്കണം ഓരോ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും. ആ കുട്ടികള് എത്ര വലുതായാലും അവര് ഓർക്കണം, നമ്മളെ അവരുടെ മനസ്സിലുണ്ടാവണം, മനസ്സിന്റെ കോണിൽ എപ്പോഴും നമ്മൾ ഉണ്ടാകണം. എന്നെ നഴ്സറി പഠിപ്പിച്ച ടീച്ചറെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്, കാണാറുണ്ട്. ടീച്ചർ ഇപ്പോഴും ഉണ്ട്, കാണുമ്പോഴൊക്കെ ഓടി ചെല്ലും, സംസാരിക്കും. ടീച്ചർക്കും എല്ലാരെയും നല്ല ഓർമ്മയുള്ള ഒരു ടീച്ചർ. നിങ്ങൾക്ക് എഴുതാനുണ്ടല്ലോ നിങ്ങളുടെ അസൈൻമെന്റിൽ അല്ലേ, അങ്ങനെയുള്ള ടീച്ചർമാരെ കുറിച്ച്. അപ്പൊ ഇതുപോലെ ആയിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, എപ്പോഴും ആക്റ്റീവായിട്ട് കുട്ടികളെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യണം, നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കണം കുട്ടികളുടെ അടുത്ത്. പിന്നെ എപ്പോഴും അവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ പൊസിഷൻ എന്താണെന്ന് അവർ മനസ്സിലാക്കണം ആസ് ആൻ ഒബ്സർവർ. അങ്ങനെ അതായിരിക്കണം ആ ഒരു പ്രോസസ്സിൽ നടക്കേണ്ടത്, ഒബ്സർവേഷൻ ആയിരിക്കണം. ബട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഇന്റർവ്യൂൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇന്റർവ്യൂൻ ചെയ്യണം വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. ആ സമയത്ത് ഒരു ഗൈഡിനെ പോലെ ഇന്റർവ്യൂൻ ചെയ്യണം. എപ്പോഴും ഹ്യൂമിലിറ്റി, വളരെ ഹംബിൾ ആയിട്ട്, വളരെ കുട്ടിയുടെ ഫീലിങ്സും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിൽ തന്നെ കുട്ടികളോട് പെരുമാറണം. നോ ഷൗട്ടിങ് എന്നുള്ള കാര്യം. പിന്നെ ഹൗ ടു പ്യൂരിഫൈ അവർ ഹർട്ട്, ഞാൻ എപ്പോഴും പറയില്ല, ഒരു മെഡിറ്റേഷൻ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് വരുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഞങ്ങളുടെ ഫൗണ്ടർ സാർ ഉണ്ട്, സാറിന് APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ അടുത്തവര് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴും പറയാം, നമ്മളെല്ലാം APJ അബ്ദുൽ കലാമിന്റെ ബുക്സുകൾ ഉണ്ടല്ലോ, അതെല്ലാം വായിച്ച് നമ്മുടെ മനസ്സ് ഭയങ്കര പ്യൂരിഫൈ ചെയ്തിട്ട് എല്ലാം ദൈവത്തിന് സമർപ്പിക്കണം എന്ന് സാർ പറയും. മേ ബി ചിലർക്ക് ഗോഡിനോടുള്ള വിശ്വാസം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോ ചിലപ്പം വിശ്വസിക്കാത്ത വ്യക്തികൾ ഉണ്ടാവും. ബട്ട് ഓരോരുത്തരുടെ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് നമ്മള് പല പ്രെയറും ചെയ്യാറുണ്ട്, നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇതിന്റെ മീനിങ് അത് ഇല്ലാത്തൊരു കാര്യത്തെ തേടി പോകുന്നു എന്നുള്ളതല്ല. ശരിക്കും റിലീജിയസ് ബിലീഫും അങ്ങനെയുള്ള ആ ഒരു ചിട്ട, അതായത് നമ്മൾ അങ്ങനെ ഒരു സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മളുടെ മോറൽ സൈഡിലാണ് അതിന്റെ റിഫ്ലക്ഷൻ വരുന്നത്. നമ്മളൊരു പവർ, ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മോറൽ സൈഡാണ് ശരിയാകുന്നത്. കുട്ടികളിൽ ഈ വാല്യൂസ്, മോറൽ വാല്യൂസ് കറക്റ്റ് എത്തണം.
അത് ത്രൂ പാരന്റ്സ്, ത്രൂ എൽഡേഴ്സ് അതാണ് വരുന്നത്. ഈ മോറൽ വാല്യൂസും കൂടുതലും കിട്ടുന്നത് നമ്മുടെ ട്രഡീഷൻസിലൂടെയാണ്, നമ്മുടെ കൾച്ചറും ട്രഡീഷനിലൂടെയാണ്. പലപ്പോഴും കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഒരു ഡീവിയേഷൻ സംഭവിച്ചു പോകുന്നത് അത് ശരിയായ രീതിയിൽ അവരിലേക്ക് കിട്ടാതെ വരുമ്പോഴാണ്. അവിടെ ശരിക്കും നത്തിങ്, ആ മോറൽ വാല്യൂസ് കിട്ടാനുള്ള ഒരു പാത്താണ് ശരിക്കും നമ്മുടെ മെഡിറ്റേഷൻ, പ്രെയർ എല്ലാം വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീനേജ് ഒരു പെൺകുട്ടി, എനിക്ക് ആവശ്യമില്ലാത്ത തോട്ട്സ് വരുന്നു. ആ കുട്ടിക്ക് എങ്ങനെ ഗൈഡ് ചെയ്യാൻ അവിടെ അതിന്റെ പാരന്റ് ഇല്ല. അതാണ് അതിന് സംഭവിച്ചു പോയത്. എനിക്ക് ആവശ്യമില്ലാത്ത തോട്ട്സ് വരുന്നു, ഞാൻ അങ്ങനെ പക്ഷെ അവള് കോൺഷ്യസ് ആ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. ആ ഒരു ചിന്ത അതിന് മനസ്സിലില്ലായിരുന്നെങ്കിൽ അത് പല രീതിയിലും ഡീവിയേറ്റ് ചെയ്ത് പോയേനെ. എനിക്കറിയാം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എനിക്ക് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ തോട്ട്സ് വരുക, മോശമായ തോട്ട്സ് എന്നുള്ള രീതിയിലാണ് കുട്ടി തന്നെ പറയുന്നത്. സോ അവിടെ അതിനെ ഗൈഡ് ചെയ്യാനോ അതിന്റെ കൂടെ മീൻസ് ഇപ്പൊ ഒരു പള്ളിയിൽ പോവാനോ അങ്ങനെ ഇങ്ങനെ ഒന്നും ആരുമില്ല. ആ കുട്ടി തന്നെയാണ് എല്ലാം ചെയ്തത്. ചെറുപ്പം തുടങ്ങിയേ തന്നെത്താനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തത്. കാരണം അച്ഛനും അമ്മയ്ക്കും വഴക്കിടാനേ നേരുള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ അച്ഛൻ മരിക്കും, ഡിവോഴ്സ് ആവുന്നു, അച്ഛൻ മരിക്കുന്നു, അമ്മ വേറെ കല്യാണം കഴിക്കുന്നു. വേറെ കല്യാണം കഴിച്ചപ്പോ കുട്ടി കാണുന്നത് അന്ന് വരെ അമ്മ ജീവിച്ച ടഫ് ലൈഫിൽ നിന്ന് അമ്മ ഭയങ്കര ഹാപ്പി ലൈഫിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പൊ ഈ മോള് തന്നെ വിചാരിക്കുക അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ടാവും. വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ കുട്ടികളുടെ മനസ്സ്. അപ്പൊ അവരോടൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നും. നമ്മളൊന്നും ഞാൻ തോന്നുന്നു അമ്മയെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത്. അമ്മ ഭയങ്കര ഹാപ്പി ആപ്പോ, അമ്മയ്ക്ക് അത് കിട്ടിയിട്ടില്ല അമ്മയുടെ ജീവിതത്തിൽ. സോ ലെറ്റർ എന്നുള്ള രീതിയിൽ ഈ കുട്ടി തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക സ്വന്തം പ്രോബ്ലം. ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷനിൽ അത് ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെ ഓക്കെ നോർമൽ എന്നൊക്കെ പറയാം. നല്ല ഫ്രണ്ട്സിനെ കിട്ടുമ്പോ, നല്ല ടീച്ചേഴ്സിനെ കിട്ടുമ്പോ ഷീൽ ബി ഫൈൻ, ഷീൽ ബി ഓക്കെ. ഓക്കെ ഫൈൻ. ഇതാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു ഒബ്സർവർ ആയിരിക്കണം. കുട്ടികളോട് ഒരു നല്ല പ്യൂരിറ്റി, ഹേർട്ടിന് നല്ലൊരു പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. സോ എപ്പോഴും ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാവണം. ഹ്യൂമിലിറ്റി ധരിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതിയിൽ ആ ഒരു ഹംബിൾനെസ് എപ്പോഴും ആ ഒരു ഫെസിലിറ്റേറ്ററുടെ ഉള്ളിലുണ്ടാവും. പലരും നമ്മുടെ കൂടെയുള്ള പല ട്രെയിനീസും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷൻ പിടിച്ചൊക്കെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ തന്നെ ഒരു ഭയങ്കര കൂളായി, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുടെ മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് കുറെ പേരുടെ അങ്ങനെ മെസ്സേജ് കിട്ടി. അപ്പം അത് എന്ന് വെച്ചാൽ ഉള്ളില് നമുക്ക് വരുവാ ഇത് ഈ പറഞ്ഞ പ്യൂരിറ്റി, ഹംബിൾനെസ്, കുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നു, അങ്ങനെ അവരോട് ആ ഒരു ഗ്രൂപ്പിനോട് ചേരുമ്പോ ഉണ്ടാകുന്ന വൈബ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് കുട്ടികളുടെ ചില ആക്ട്സ് ഒന്ന് ഒരു ഫെസിലിറ്റേറ്റർ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോർമലി കാണാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓരോ ബുള്ളറ്റ് പോയിന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓരോ പാർട്ടായിട്ട് ഓരോരുത്തരായിട്ട് വായിച്ചു. Conduct. Note the state of disorder in the acts of the child. His chaotic actions. Not if changes of behavior take place during the development of the experience of work. Note whether during the establishment of ordered actions there are cries of joy, intervals of certainty, demonstration of affections. The part the child takes in the development of these configurations. ഓക്കെ, കോണ്ടക്ട് എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം. ഈ ഡിസോർഡർ സംഭവിക്കാം, കയോട്ടിക് ആക്ഷൻസ്, ഡിസോർഡർ ആയിട്ട് ഓർ ഡിസ്ഓർഗനൈസ്ഡ്, ഒട്ടും ഇങ്ങനെ ഓർഡർ അല്ലാത്ത രീതിയിലുള്ള ചില പ്രവൃത്തികൾ കുട്ടികൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് ആ ഒരു ഡിസോർഡർ നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ ഈ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഈ ഒരു ചേഞ്ച് ഓഫ് സ്വഭാവത്തിന്റെ ഒരു മാറ്റം കാണുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് അവരെന്തെങ്കിലും ഒരു ടോയ്സ് എടുത്ത് കളിക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ അവര് വിചാരിക്കുന്ന രീതിയിൽ അത് കിട്ടുന്നില്ലെങ്കിൽ കുറെ നേരം അവർ ശ്രമിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നതൊക്കെ കാണാം അല്ലെ. ദാറ്റ് ഇസ് ദെയർ ചേഞ്ച് ഓഫ് ബിഹേവിയർ. അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്തപ്പോഴാണ് ആ കുട്ടി, ഒബ്സർവ് ചെയ്യുമ്പോൾ ഏത് ആക്ടിവിറ്റി ചെയ്തപ്പോഴാണ് ആ കുട്ടി അങ്ങനെ ആയത് എന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം.
പിന്നെ അതുപോലെ നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്കുണ്ട് നമ്മുടെ ടീച്ചിങ് മാനുവലിൽ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഏതാ? നമ്മളുടെ അനാലിസിസ്, നമ്മളുടെ ഒബ്സർവേഷൻസ് അല്ലെ. ആ ആക്ടിവിറ്റി കൊടുത്തപ്പോ ചിലപ്പോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരേപോലുള്ള റെസ്പോൺസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് നോട്ട് ചെയ്യാം. നമുക്ക് അടുത്തത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ അത് അനാലിസിസ് നമ്മൾ നോട്ട് ചെയ്യുന്നത്, ഒബ്സർവേഷൻ. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത് എന്തിനാണ്? അവരുടെ ഡെവലപ്മെന്റ് പ്രോസസ് ശരിയാകാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ഇൻബിറ്റ്വീൻ കുട്ടി ഒരു വ്യത്യസ്ത രീതിയിൽ ഒരു ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഈ ആക്ടിവിറ്റി ടൈമിലല്ല, വീട്ടിൽ നിന്ന് വന്നപ്പോഴേ തന്നെ സാധാരണയുള്ള ബിഹേവിയർ അല്ല ബിഹേവിയറൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. മേ ബി മോർണിംഗ് പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഷൗട്ടിങ്ങോ ഒരു ബീറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് റിഫ്ലക്ട് ചെയ്യും. ചിലപ്പോൾ അവരുടെ ആക്ഷൻസിൽ, അവരുടെ കോണ്ടാക്റ്റിൽ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ ഒബ്സർവേഷൻ വരേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഒബീഡിയൻസ് ആണ്, അതൊന്ന് വായിക്കും. ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇന്ന് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കുട്ടി എപ്പോഴും ഈ നമ്മുടെ എന്താ പറയാ, അവൻ എപ്പോഴും ഒരു നമ്മുടെ സ്പൈഡർമാൻ, ബാറ്റ്മാൻ ആ ഒരു ലോകത്താണ് അവന് ആ ഒരു ഇത് വെച്ചിട്ടാണ് അവൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ചിൽഡ്രൻസ് ഡേയുടെ ഫംഗ്ഷനും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അവൻ വന്നിട്ട് അവൻ എപ്പോഴും പാവം കുട്ടിയാ. എന്ന് വെച്ചാൽ എപ്പോഴും പാവം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പത്തിനും ഇല്ല, അവൻ നല്ല മിടുക്കനുമാണ്, എല്ലാം പറയുകയും ചെയ്യും, എല്ലാം കാര്യം. പക്ഷെ ഇന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോ മിസ് ഒന്ന് പറഞ്ഞു, മോഡുലേഷൻ വോയിസ് ഒന്നും മോഡുലേഷൻ മിസ്സിന് വന്നിട്ടില്ല. മിസ് പറഞ്ഞു, മോനെ സൗണ്ടിൽ പറയൂ എന്ന് പറഞ്ഞു. പറഞ്ഞോടുകൂടി അവന്റെ ഭാവം ഒന്ന് മാറി. അവന് ഏതാണ്ട് എന്താ പറയാ, ബാധ കയറിയ പോലെയോ എന്തോ ഒരു ഇതുപോലെ അവനങ്ങ് വന്നിട്ട് ആ മിസ്സിനെ വന്നൊരു ഒറ്റ തള്ള് ഉണ്ട്. പെട്ടെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെയായിരുന്നു. വെച്ചാൽ ഞങ്ങൾ ഇതേപോലെ പ്രതീക്ഷിച്ചിട്ടില്ല. കുട്ടി അങ്ങനെ അല്ലായിരുന്നു. കരഞ്ഞിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം റെഡിയാവും, അവൻ വന്ന് കളിക്കും, അവന്റെ ആക്ടിവിറ്റിയിലേക്ക് അവൻ പോകും എന്നല്ലാണ്ട് അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ പെട്ടെന്ന് ഇത് മാറി, ഈ സ്വഭാവം മാറി. എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിട്ട് കുട്ടീനെ ഇവൻ ഈ സ്പൈഡർമാന്റെ ഇതിനൊക്കെ ഇങ്ങനെ ഇതാക്കുന്നതുകൊണ്ട് അവന്റെ പപ്പ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആവാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അവന് ആ പപ്പയുടെ കയ്യിൽ നിന്ന് വരുന്ന ആ ചീത്ത പറച്ചിലും അങ്ങനെയൊക്കെ വരുന്നോണ്ടാന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് അവൻ ഇന്ന് അത് റിയാക്ട് ചെയ്തു, ശരിക്കും റിയാക്ട് ചെയ്തു. അവന് ടീച്ചർ ഞങ്ങൾ പേടിച്ചു പോയി അവനെ കാട്ടാൻ കണ്ടിട്ട്. പിന്നെ കുറെ നേരത്തേക്ക് മാറി എല്ലാവരും കൊണ്ടുവന്ന് ഇരുത്തി അവനെ മടിയിൽ വെച്ച് പുന്നാരിച്ച് അങ്ങനെയൊക്കെ നോക്കിയ പിന്നെയാണ് അവനൊന്ന് റെഡി ആയത്. അതുവരെ അവൻ ആ കൈയൊക്കെ ഒരു മാതിരി വെച്ചിട്ട് ഈ സ്പൈഡർമാനൊക്കെ കാണിക്കില്ലേ, അതേപോലെ ഷൗട്ട് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. ഞാനപ്പോ മിസ് ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഷെയർ ചെയ്യാന്ന് വെച്ചു. ആ ഒരു ഏജ് അതങ്ങ് മാറുമ്പോ അത് മാറും. അത് പാരന്റ്സ് അതിനനുസരിച്ച് ഒന്ന് മാനേജ് ചെയ്താൽ മതിയായിരുന്നു. നമുക്കറിയില്ല പാരന്റ്സ് സൈഡിൽ നിന്ന് എന്താ ഉണ്ടായെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ, ക്ലാസ് സെഷൻ കഴിയാറായപ്പോഴും പ്രോഗ്രാം കുഴപ്പമൊന്നുമില്ല, അവൻ മാറി കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ റിയാലിറ്റിയിലേക്ക് പോകുന്നു. പക്ഷെ അത്രയും നേരം ഞങ്ങൾ മേടിച്ചു പോയി, ഇവനങ്ങനെ അല്ലായിരുന്നല്ലോ. പെട്ടെന്ന് മാറിയപ്പോഴേ ഞങ്ങൾ എന്തോ പറ്റിയെന്നായിപ്പോയി. ദിവസവും അവൻ വീട്ടില് ഈ സ്പൈഡർമാൻ, ബാറ്റ്മാൻ അതിന്റെയൊക്കെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അത് അവന് തടസ്സം വന്നിട്ടുണ്ട്, വീട്ടിലത് സമ്മതിക്കാൻ. അവന്റെ ഉള്ളിൽ അതിങ്ങനെ ഇരിക്കുക, അത് പുറത്തേക്ക് ബേസ്റ്റ് ഔട്ട് ചെയ്തത്. പുറത്തേക്ക് എന്റെ സ്വഭാവം മാറുവേ എന്നാ പറയണേ. നമുക്കറിയില്ല, കാരണം നമ്മൾ പറയുന്ന ഓരോ സെന്റൻസും അത് കൂടുതലും പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഇപ്പം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വന്നാലും നമുക്ക് അത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളുടെ ലൈഫിലും ഉണ്ടാവും സ്കൂൾ ടൈമില് ടീച്ചർ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്നതുണ്ടായിരിക്കും. എന്റെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടത്. പിന്നെ നമ്മളൊരു ഏജ് എത്തുമ്പോ നമ്മളത് ഭയങ്കര കൂളായിട്ട് എടുക്കുന്നു. ഓർക്കുമ്പോ ചിരി വരും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ അറിയില്ലായിരുന്നു. ഡ്രോയിങ് എനിക്ക് ഇച്ചിരി പ്രശ്നം. പക്ഷെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇപ്പൊ ബട്ടർഫ്ലൈ ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് വരയ്ക്കുവാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ഇരിക്കില്ല, സിമിലർ ആവില്ല.
ആ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. എനിക്ക് ഒന്നാമത് വരയ്ക്കാൻ അറിയില്ല. നമുക്ക് ഡ്രോയിങ് പീരീഡ് ഉണ്ടല്ലോ, ഈ ഡ്രോയിങ് സാറ് വന്നിട്ട് സാറ് ഭയങ്കര സ്ട്രിക്റ്റാ. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പേടിയാ കുട്ടികൾക്ക്. 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ആണ് ഞങ്ങൾക്ക് ഡ്രോയിങ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് ടീച്ചേഴ്സിന്റെ തെറ്റാണ്, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലാണല്ലോ എല്ലാ ക്ലാസ്സിലും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഡ്രോയിങ് ക്ലാസ്സിൽ സാർ വന്നിട്ട് ലോട്ടസ് വരപ്പിക്കുക. എനിക്ക് എന്ത് ചെയ്തിട്ടും എന്റെ ഒരു സൈഡ് ശരിയാവണില്ല. ഒരു സൈഡ് കറക്റ്റ് ആകുമ്പോ മറ്റേ സൈഡ്, 2 സൈഡും ഒരേപോലെ ഇരിക്കട്ടെ. ഞാൻ മാച്ച് അത് കംപ്ലീറ്റ് വൃത്തികേടായി. സാറിന് കണ്ടപ്പോ ദേഷ്യം വന്നു. സാർ എന്റെ ചെവിയിൽ പിടിച്ചു, നല്ല പോലെ തിരിച്ചു. എനിക്ക് സങ്കടം വരുവാ, എനിക്ക് വേദനയല്ല. ഇതുവരെയും ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നും നമുക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല. നമ്മളെല്ലാം ചെറിയ ക്ലാസ് തുടങ്ങി ടോപ്പായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു പണിഷ്മെന്റ് കിട്ടുന്നത് ഈ ഡ്രോയിങ്ങിലാണ്. എനിക്ക് വേദനയെക്കാളും സങ്കടം വരെ. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ചെവി പൊട്ടി. സാർ ഇങ്ങനെ പിടിച്ച് തിരിച്ചപ്പോ ആ ജോയിന്റിന്റെ ഭാഗത്ത് പൊട്ടി. ഞാൻ അറിയണില്ല പൊട്ടുന്നത്. പൊട്ടിയിട്ട് നമുക്ക് ഈ ബ്ലഡ് അല്ലാതെ ഒരു ചെറിയൊരു ഡിസ്ചാർജ് വരില്ലേ വൈറ്റ് കളറില്, ഇതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിച്ചത്. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടുകൊണ്ട് അച്ഛൻ ചോദിച്ചപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. വേദനയേക്കാൾ ഞാൻ ഇൻസൾട്ടഡ് ആയതാണ് എന്റെ പ്രശ്നം. അങ്ങനെ അതിങ്ങനെ അങ്ങനെ ഒഴുകുക. അപ്പം അച്ഛൻ പിറ്റേ ദിവസം സ്കൂളിൽ വന്ന് HMനോട് പറയാന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് അതിലേറെ വിഷമം. ഒരു ടീച്ചർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ. അപ്പൊ ഞാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കണ്ടിട്ട് അച്ഛന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്ന് HMനോട് സംസാരിക്കുമ്പോ അപ്പൊ HM പറയുന്നത് ആ കുട്ടി ക്ലാസ്സിൽ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് സാർ അങ്ങനെ പണിഷ് ചെയ്തെന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പം എന്നെ വിളിപ്പിച്ചപ്പോഴേ അയ്യോ ജിഷയായിരുന്നു, ഞാൻ വേറെ ഏതോ കുട്ടിയായിരിക്കും വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. എന്താ സംഭവം എന്ന് സാറിനെ വിളിപ്പിച്ചു. അതും കൂടെ എപ്പോഴേക്കും എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റാണ്ടായി പോയി. സാറിനും ഭയങ്കര വിഷമായി. സാറ് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ പിന്നത്തെ ഒരു കാര്യം, സാറ് പിന്നെ ക്ലാസ്സിൽ വന്നില്ല. സാർ അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി ഈ ഒരു സംഭവത്തിന് ശേഷം. സാറിന്റെ ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സാർ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. എപ്പോഴും വഴക്കും അങ്ങനെ കാര്യങ്ങൾ. അങ്ങനെ പുള്ളി ആ ഒരു പുള്ളിയുടെ മൈൻഡ് എപ്പോഴും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതായിരിക്കാം അന്ന് അങ്ങനെ പെരുമാറിയത്. സാർ വരാതിരുന്നപ്പോ എനിക്ക് അത് ഭയങ്കര ഒരു വിഷമായി. അങ്ങനെ ഒരു 25 ഇയേഴ്സിന് ശേഷം ഞങ്ങള് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിനെ വിളിക്കണം എന്നുള്ളത്. 5th സ്റ്റാൻഡേർഡിൽ മാത്രമേ സാർ ഉണ്ടായിട്ടുള്ളൂ. നമ്മള് 10th 1994 കഴിഞ്ഞ് പിന്നെ ഒരു 25 വർഷത്തിന് ശേഷം ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുക. അങ്ങനെ സാറിനെ വിളിച്ചു സാറിനോട് ഈ കഥ പറഞ്ഞു. സാർ എന്നെ ഇങ്ങനെ നോക്കുക. സാറിന് ഓർമ്മയില്ലാതെ സാർ ട്രാൻസ്ഫർ ഒക്കെ വാങ്ങി. അതൊക്കെ പല ഇഷ്യൂസ് ഉണ്ട്. ഇതൊരു കാരണമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് സാറിന് അത് ഓർമ്മയില്ലാത്തത്. പക്ഷെ എനിക്കതൊന്ന് ഭയങ്കര വിഷമായി പോയി സാറ് പിന്നെ വരാതിരുന്നത്. ഞാൻ പല പ്രാവശ്യവും സ്കൂള് കഴിഞ്ഞപ്പോ അപ്പൊ ഒരു മെച്യൂരിറ്റി ഇല്ലല്ലോ. സ്കൂളെല്ലാം കഴിഞ്ഞ് കോളേജൊക്കെ കഴിയുമ്പോ ഞാൻ ഈ സംഭവം ആലോചിക്കുമ്പോ സാറിനെ ഒന്ന് കാണാൻ പോവാം. ഞാൻ പലരോടും അന്വേഷിച്ചിട്ടും സാർ എവിടെയാന്നുള്ള ഒരു കറക്റ്റ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു ഭാഗ്യം പോലെ ഞങ്ങള് ഓൾഡ് സ്റ്റുഡൻസ് ഞങ്ങളുടെ സ്കൂൾ ഭയങ്കരമായിട്ട് ശോചനീയാവസ്ഥയിലേക്കായി. കുട്ടികളൊക്കെ കുറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് സ്കൂളിനെ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് അവിടെ HM ആയിട്ടുണ്ടായിരുന്ന ടീച്ചർ, ആ ടീച്ചർ സാറിന്റെ ബ്രദറിന്റെ വൈഫായിരുന്നു. അത് നമുക്കറിയില്ലായിരുന്നു. ഞാൻ ഈ സാറിനെ കുറിച്ച് എല്ലാരോടും അന്വേഷിച്ചെടുക്കും. അങ്ങനെ ഞാൻ വെറുതെ ഈ ടീച്ചറിനോടും ചോദിച്ചു ഏതെങ്കിലും സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൂടുതൽ എളുപ്പമായല്ലോ സാറിനെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൂടെയൊക്കെ നിന്ന് അന്നാണ് ശരിക്കും ഞാനൊന്ന് റിലാക്സ്ഡ് ആയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആയി. എത്രയോ വർഷങ്ങൾ എടുത്തു. അതെന്നെ ഭയങ്കര ഹോണ്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അതിന് പടം വരയ്ക്കുന്ന കാര്യം വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. ട്രേസ് ചെയ്യാം, ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഞാൻ അന്ന് നിങ്ങളോട് മാസ്ക് ഉണ്ടാക്കുമ്പോ പറഞ്ഞില്ലേ, ഹാഫ് സൈഡ് വരച്ചിട്ട് നമ്മള് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു മാസ്ക് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയോ? ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യുവർ വൈവ. ക്ലാസ് കണ്ടിട്ടില്ല. മാസ്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചോ? ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കൊടുത്തു ഷെരീഫ. അതായത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ക്ലാസ് കണ്ടിട്ടില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു വെച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേസ് എടുക്കുക ചെയ്തത്.
ആ തുണി കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടേ? തുണിയല്ല, നിങ്ങൾ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ തിക്നെസ് വേണമെങ്കിൽ ഒരു ഹാർഡ് ബോർഡിൽ എങ്ങാനും ഒട്ടിച്ചാൽ മതി. അതായത് കൗവല്ലേ ഇത് ഓക്കെ നോക്കട്ടെ. ക്യൂഷൻ നമ്മൾ വരച്ചിട്ട് നമ്മൾ അങ്ങ് പേപ്പർ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് ഒരുപോലെ കിട്ടില്ലേ? ആ ആ ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. അക്കാമി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ പേപ്പർ കൊണ്ടുള്ള ക്രാഫ്റ്റ്? കൊണ്ട് ടീച്ചർ ഞാനുണ്ട് ആ ക്ലാസ് ടീച്ചർ ഇതുണ്ടാക്കല്ലോ കുതിരെ ഒട്ടകം എന്തൊക്കെ ഉണ്ടാക്കും മക്കള് പേപ്പർ കൊണ്ട്. അങ്ങനെ ഞാൻ കണ്ടുകൂടെ ഉണ്ടാക്കണത്. ഓക്കെ ശരി. രമ്യ എന്തോ പറഞ്ഞല്ലോ, ഞാൻ കേട്ടില്ല. ടീച്ചറെ അതെ ഇപ്പൊ ടീച്ചർ ഒരു കവിന്റെതല്ലേ കാണിച്ചേ? അങ്ങനെ കവിന്റെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ആ ക്ലാസ്സിന് ഞാൻ പറഞ്ഞ കുറച്ച് ക്ലാസ് എനിക്ക് മിസ്സായിരുന്നു. ഏതെങ്കിലും മാസ്ക്, ഈ മാസ്ക് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം നിങ്ങള് മനസ്സിലൊരു കഥയുണ്ടെന്ന് വിചാരിക്കുക. അനിമൽ ക്യാരക്ടേഴ്സ് ഒരു കഥ. നമ്മളത് കാണിച്ചു കൊടുത്ത് പറയുന്ന ടീച്ചറെ. കാരണം ഈ പറയുന്ന വലിയ ആൾക്കാർക്ക് അനിമലിന്റെ ആക്ഷൻസ് കാണിച്ചാൽ ഇത് ആ അനിമൽ ആണെന്ന് മനസ്സിലാവും. പക്ഷെ കുട്ടികൾക്ക് പെട്ടെന്ന് അത് കിട്ടില്ല. അപ്പൊ നമ്മള് ഈ മാസ്ക് വെച്ച് അവരെ കൊണ്ട് തന്നെ റോൾ പ്ലേ ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് മനസ്സിലാവും ഇതാ അനിമലാണ്. ആ ഒരു രീതിയിൽ അതാണ് പറഞ്ഞത്. കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് അവരെ പശു ആക്കിയിട്ടും മറ്റേ ഡോഗിന്റെ കഥയാണെങ്കിൽ ഡോഗിന്റെ കൊടുത്തിട്ട് അതന്നെ അതന്നെ അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഞാൻ വിചാരിച്ച് മാസ്ക് ടീച്ചർ മാസ്ക് ഉണ്ടാക്കാനേറെ നമ്മൾ മുഖത്ത് വെക്കൂലേ, ആ തുണി കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ പറഞ്ഞതെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. മക്കൾക്ക് കുറെ ഉണ്ടാക്കി കൊടുത്തുകൂടാ അങ്ങനത്തെ മാസ്കുകള്. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഓരോ ഇതിന്റെ അല്ലേ, അനിമൽസിന്റെ അല്ലേ, അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് അവര് കഴുത്തിലിട്ടുങ്ങാണ്ട് സംസാരിക്കുമല്ലോ, അങ്ങോട്ട് കൂടി സംസാരം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടാക്കി തന്നെ ഉണ്ട് അങ്ങനത്തെ കുറെ ചാർട്ടേഡൊക്കെ ഉണ്ടാക്കിയത്. ഓക്കെ അലീന, എത്ര മാസ്ക് വേണം അങ്ങനെ ഒരു നമ്പർ ഇല്ല. നിങ്ങള് ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ നിങ്ങൾ ജോബ് കിട്ടി പോകുമ്പോ നിങ്ങളുടെ മനസ്സിൽ കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഒരു കഥയുണ്ടെന്ന് വിചാരിക്കുക. അവരെ കുട്ടികളെ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് നമ്മളൊരു റോൾ പ്ലേ ചെയ്യാൻ പോവാ. ഒരു 4 ക്യാരക്ടേഴ്സ് അതിലുണ്ട്. ഈ 4ഉം അനിമൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ അനിമൽസിന്റെ മാസ്ക് ഉണ്ടാക്കണം. നമ്മളുടെ ഇതിൽ ഡോഗ് ഉണ്ട് അല്ലെങ്കിൽ ക്യാറ്റ് ഉണ്ടെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ അതിനനുസരിച്ചുള്ള മാസ്ക് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ആ മാസ്ക് കുട്ടികളിൽ വെച്ചിട്ട് ഈ ചെറിയ വേദന എടുക്കാത്ത ഒരു തരം മാസ്കിൽ വയ്ക്കുന്ന ഒരു ബാൻഡ് പോലെ കിട്ടില്ലേ, സൈഡിൽ ഇങ്ങനെ ഹോൾ ചെയ്തിട്ട് നമ്മൾ ആ ബാൻഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നല്ല സെക്യൂർ ആയിട്ടിരിക്കും. ആ രീതിയിൽ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാസ്ക്. ഇപ്പൊ ഇതിന്റെ കട്ടൗട്ട്സ് മാത്രമേ ഉള്ളൂ, ഞാൻ അങ്ങനെ ബാൻഡ് ഒന്നും വെച്ചിട്ടില്ല. ആ രീതിയിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ നന്നായിരിക്കും. ഇതിപ്പോ ചാർട്ട് പേപ്പർ മാത്രമാണ്. ഇതിന്റെ ബാക്കിൽ നമ്മൾക്ക് ഒരു ഹാർഡ് ബോർഡും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് ബലമുള്ളതായിരിക്കും, കീറി പോവില്ല. നമുക്ക് ഇത് ഹോളൊക്കെ ഇടുമ്പോ കുറച്ചുകൂടെ നന്നായിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ടെ പിടിച്ചാൽ മതി. അപ്പൊ കുട്ടികൾക്ക് കുറച്ച് മുഖത്തുനിന്ന് വലിക്കും. കൈ ഫ്രീ ആവാതിരിക്കില്ലേ? അപ്പോ അവർക്ക് എന്തെങ്കിലും കൈ കൊണ്ടൊക്കെ ആക്ഷൻ ഓടുവോ ചാടുവോ? ലെഫ്റ്റ് റൈറ്റ് മാറ്റി മാറ്റി പിടിച്ച് അവർ ചെയ്യും അത്. അതെല്ലേ. അത് നല്ല ഐഡിയ കിട്ടിയില്ലേ? അതിനനുസരിച്ച് ഒന്ന് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിലെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്ര മാസ്ക് ഒന്നും അങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നത് ഉണ്ടാക്കി വെക്കുക. പിന്നെ അങ്ങനെ ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സിന് ചേരുന്നത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ എളുപ്പല്ലേ? അതുപോലെ ടോട്ടോയ്സ് റാബിറ്റും ആണെങ്കിൽ അവർ 2 ഉണ്ടാക്കിയാൽ മതി. ടോട്ടോയ്സിന്റെ റാബിറ്റ് അവരുടെ ഓട്ട മത്സരം അതാണോ? അത് കുട്ടികൾക്ക് പെട്ടെന്ന് അറിയാവുന്ന കഥ, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, ഗുഡ്. അപ്പൊ അതൊക്കെ അങ്ങനെ അത് മാസ്ക് ഉണ്ടാക്കാനാ പറഞ്ഞത്, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ കുറേശ്ശെ ആയിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. പിന്നെ സ്നേക്കിനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിരുന്നോ? സോക്സ് കൊണ്ട്. ബേഡിന്റെ കാര്യല്ലേ പറഞ്ഞിട്ടില്ല? സോക്സ് വെച്ചിട്ട് നമ്മൾ സ്നേക്കിനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു. ഇല്ല അല്ലേ? ഇല്ല മിസ്സസ്.
ഞാൻ 2 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളോട് റെഡ് സോക്സ് എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് റെഡ് സോക്സിൽ ചെയ്ത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല. അപ്പൊ ഞാൻ കുട്ടികളുടെ ഒരു വൈറ്റ് സോക്സ് എടുത്തിട്ടാ ചെയ്തത്. അത് നമ്മുടെ ഇത് കണ്ണിന്റെ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 2 ഗൂഗിളി ഐസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ ഉവ്വ മിസ്സേ. നമ്മള് ഡോളിലൊക്കെ ഫിക്സ് ചെയ്യുന്നേ അത് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക. അപ്പൊ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഈ വൈറ്റ് നമ്മുടെ കയ്യിലിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോക്സ് ആയിരിക്കണം. അപ്പൊ നമ്മള് ഈ സോക്സിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ കണ്ണ് വെക്കുക. കണ്ണ് വെച്ചിട്ട് കൈ അവിടേക്ക് കൊണ്ടുവരിക. കൈ കൊണ്ടുവന്നിട്ട് ഈ ഒരു പോർഷനിൽ ഈ കണ്ണ് വന്നതിന്റെ അടിഭാഗത്തായിട്ട് ഞാനിപ്പോ ഇത് സാറ്റിൻ റിബണാ റെഡ് ഈ സ്നേക്കിന്റെ അതിങ്ങനെ നാക്ക് ഇങ്ങനെ വെളിയിലേക്ക് കിടന്ന ഒരു കാണാറുണ്ടല്ലോ നമ്മൾ സ്നേക്കിനെ കാണുമ്പോ. ഈ സോക്സ് കൊണ്ടാകുമ്പോ കുട്ടികൾ വലിയതായിട്ട് പേടിക്കില്ല. അപ്പൊ ഇങ്ങനെ അതിനനുസരിച്ച് ഈ സാറ്റിൻ റിബൺ കട്ട് ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ കൈ ഇതാക്കുമ്പോ സ്നേക്ക് ഇങ്ങനെ കൈ നമ്മൾ ചെറിയ ഇതാക്കുമ്പോ സ്നേക്ക് ഇങ്ങനെ കണ്ണും കാണാം, ഈ നാക്ക് ഇങ്ങനെ നല്ലപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ റെഡ് സോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റെഡ് സോക്സ് വലിയ ആളുകൾ ഉപയോഗിക്കുന്നത് ഞാൻ ആരുടെയൊന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതിൽ ചെയ്യിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളമുള്ള റെഡ് സോക്സ് ആണേ. അതിന്റെ ഗൂഗിളി ഐസ് ഒക്കെ പോയി, ഒട്ടിച്ചു വെച്ചതൊക്കെ പോയി. അപ്പൊ ഇവിടെ ആ ഐസ് വെക്കുക. പിന്നെ ഈ അടിഭാഗത്ത് ഞാനിപ്പോ ഇവിടെ ഈ നാക്ക് പോലെ വച്ച ഭാഗല്ലേ അവിടെ ഈ ചെറിയ കാർഡ്ബോർഡ് പീസ് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളില്, അതായത് ഞാൻ ഈ കൈയിട്ടേക്കുന്ന ഉൾഭാഗമല്ലേ, ഉൾഭാഗത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഹാൻഡ് സ്റ്റിച്ച് മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ മടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി തോന്നും. മറ്റേ സോക്സിൽ ഞാൻ അങ്ങനെ ഹാർഡ് ബോർഡ് വെച്ചിട്ടില്ല. ക്ലിയർ ആയോ? അതായത് ഈ ഒരു ഷേപ്പിൽ ഒരു ഫ്ലവറിന്റെ പെറ്റലിന്റെ ഷേപ്പിൽ നമ്മളുടെ സോക്സിന്റെ വലുപ്പം അനുസരിച്ച് ഒരു ഫ്ലവറിന്റെ ഒരു പെറ്റൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ ഹാർഡ് ബോർഡ് കട്ട് ചെയ്യുക. സോക്സിനകത്തേക്ക് വെക്കുക. അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. തുന്നി അതിനെ എല്ലാ സൈഡും തുന്നി അതുമായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ ഇരുന്നോളൂ. അപ്പൊ നമ്മൾ അതിന്റെ നടുക്ക് ഭാഗത്ത് നാക്ക് പോലെ വെച്ചു കൊടുക്കുക. അപ്പൊ ആ ഒരു ക്ലോത്ത് പീസാ വെച്ചിരിക്കുന്നത്, നാക്ക് പോലെ വെച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ മടക്കുമ്പോ ഇവിടെ മുകളിൽ ഐസ് ഉണ്ട് കേട്ടോ, അത് കാണാൻ അത് പോയി വിട്ടു. ഇങ്ങനെ മടക്കും ഇങ്ങനെ മടക്കുമ്പോ കുറച്ചുകൂടി അതിന്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. മറ്റേത് ഹാർഡ് ബോർഡ് ഇല്ലാത്ത കാരണം മടക്കുമ്പോ അത്രയും ഫീൽ ചെയ്യില്ല, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് പോകും. നമുക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി വേണ്ട. ഇതിങ്ങനെ ശരിക്കും ആ ഒരു രീതിയിൽ. അപ്പൊ നാക്കും നമ്മളിങ്ങനെ ഈ നാക്ക് ഈ ഹാർഡ് ബോർഡ് പീസിലാണ് ഇത് തുന്നി വെച്ചിരിക്കുന്നത്. അപ്പൊ നാക്കും അതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടേ വരും. നല്ല രീതിയിൽ ചെയ്താൽ ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയോ? ഇപ്പൊ സ്നേക്ക് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പേടി തോന്നില്ലല്ലോ, ഒരു രസം ഉണ്ടാവും അവർക്ക്. അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നമ്മള് മോണ്ടിസോറി മെറ്റീരിയലിലെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പറഞ്ഞു. പിന്നെ അത് കൂടാതെ ചിലര് സജഷൻ ചെയ്തു അവർക്ക് ഫോം ഷീറ്റ്, ഗ്ലിറ്റേഴ്സ് ഉള്ള ഫോം ഷീറ്റ് ഇല്ലേ, അത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം. അപ്പൊ അതിൽ ലെറ്റേഴ്സ് കുറച്ച് അട്രാക്റ്റീവ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ചോദിച്ചു. ഞാൻ ചെയ്തോളൂ, കോസ്റ്റ്ലി, അത്രയും കോസ്റ്റ് കൊടുക്കണ്ട. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറി മെറ്റീരിയലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് എക്സ്ക്യൂസ് മീ മിസ്സേ, പക്ഷെ ഞാൻ ചെയ്തത് വന്നിട്ട് നമ്മുടെ സാൻഡ് പേപ്പർ ഇല്ലേ, ശരിക്കുള്ള സാൻഡ് പേപ്പർ റഫ്, അതിന്റെ ഇത് കുറഞ്ഞതുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന മറ്റേ കാറിന്റെ വർക്ക്ഷോപ്പിലാണ്. അപ്പൊ പുള്ളി അതിന്റെ ഉരച്ചതിന്റെ ബാക്കി കൊണ്ടുവന്നിട്ട് അത് വെട്ടിയിട്ട് അതില് ഞാൻ അത് ഇതാണല്ലോ കുറച്ച് സ്മൂത്താണ്, വലിയ റഫ് അല്ല. അത് കൊണ്ടുവന്നിട്ട് അതിലാണ് വെട്ടിയത്. എന്നിട്ട് അതില് പെയിന്റ് അടിച്ചു, കളർ പെയിന്റ് അടിച്ചു. അങ്ങനെയാ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, കളർ പെയിന്റ് അടിച്ചു. കളർ പെയിന്റ് അടിച്ചു, ഫാബ്രിക് പെയിന്റ് ഞാൻ അതിലടിച്ചു. കാണിക്കാൻ പറ്റുമോ? അടുത്തെങ്ങാനും ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഞാൻ റെക്കോർഡ് ബുക്കിൽ തന്നെയാണ് ഒട്ടിച്ചത്. റെക്കോർഡ് ബുക്കിലോ? എന്ത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സോ? അതെന്താന്നറിയോ, എനിക്ക് എടുത്തിട്ട് വരാൻ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ മതി. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്നുണ്ടോ?
എനിക്ക് വീഡിയോ കാണുന്നില്ല. ആർക്കെങ്കിലും കാണാമോ? വീഡിയോ കാണുന്നില്ലേ? സോറി ഓൺ ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടോ? കുറച്ചുകൂടെ താഴ്ത്തു ക്യാമറ. പോരട്ടെ. യെസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടൊരു റെക്കോർഡ് ബുക്ക് എടുത്തോ? ഇല്ല, ഇത് ബാലൻസ് ആണ്. മാം ആദ്യം പറഞ്ഞ റെക്കോർഡ് ഇല്ലേ, അതിന്റെ ബാലൻസ് ആണ്. പേജില് ഒട്ടിച്ചു. ഒട്ടിച്ചു. ഓക്കെ. ഇതാകുമ്പോ കൊണ്ട് നടക്കാനും എളുപ്പമാണല്ലോ, അപ്പൊ ഇങ്ങനെ ഒട്ടിച്ചു. ഓക്കെ. കുട്ടികളെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്നോ? ഇല്ല മാം, ഞാൻ പോയി വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ്. പക്ഷെ ഞാനിത് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അവിടെ എല്ലാ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കിത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിത് മാം പറഞ്ഞതിന്റെ രീതിയിൽ ഞാൻ ഒട്ടിച്ച് ഇരിക്കുന്നതാണിത്. ഇവിടം വരെ ചെയ്തിട്ടുള്ളൂ. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല മാം, അത് ലെറ്റേഴ്സ് പാറ്റേൺ എടുത്തിട്ട് വെച്ചിട്ട് ലെറ്റർ കട്ട് ചെയ്യുവാണ് ചെയ്തത്. പാറ്റേൺ വെച്ച് ലെറ്റർ മറ്റേ നമ്മുടെ എന്താ പറയാ ബ്ലൈഡ് ഇല്ലേ, ബ്ലൈഡ് വെച്ചും കത്രിക വെച്ചും ഒക്കെ കട്ട് ചെയ്തെടുത്ത്. വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മള് വേറെ ബാച്ചിലെ കുട്ടികള് സാൻഡ് പേപ്പറിന്റെ ബാക്കിൽ വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. വേറൊരു കുട്ടി ചെയ്ത മെത്തേഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായതെന്നല്ല, അത് ബാക്കി എല്ലാരും അതുപോലെ ചെയ്ത് നോക്കാം. ശരി. അലീനയുടെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കി. ഞാൻ വീണ്ടും മറന്നുപോയി. ഈ അഭിജിത്ത് ജയൻ എന്നുള്ള പേര് അനഖാന്ന് വല്ലോണോ? അല്ല മാം, മഹേശ്വരിയാണ്. മഹേശ്വരി. ഓക്കെ. നമ്മുടെ അലീന ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതൊരു റെലവന്റ് മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മഹേശ്വരി ആ മെസ്സേജ് ഒന്ന് വായിച്ചിട്ടു. വേറൊരു കുട്ടി ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും സാൻഡ് പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ സെക്യൂർ ചെയ്യാനായിട്ട് കാർഡ്ബോർഡ് പീസിൽ ഒട്ടിക്കണം. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ആ ഷേപ്പ് കാർഡ്ബോർഡ് പീസിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കുറെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ സാൻഡ് പേപ്പർ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് എന്തോ ഒരു ഐഡിയ പറഞ്ഞു. അത് കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ വരച്ചുണ്ടാക്കിയിട്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്യാം. ചാർട്ട് പേപ്പർ ആ ഷേപ്പിൽ കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. സാൻഡ് പേപ്പറിലൂടെ ഈ ബ്ലേഡ് നൈഫ് മൂവ് ചെയ്യിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട്. എന്നിട്ട് സാൻഡ് പേപ്പർ ആ കട്ട് ചെയ്ത ചാർട്ട് പേപ്പറിന്റെ ആ ഷേപ്പിലെ ചാർട്ട് പേപ്പറിലാണ് നമുക്ക് എം ആന്ന് വിചാരിച്ചു. നമ്മൾ ചാർട്ട് പേപ്പറിൽ സുഖമായിട്ട് കട്ട് ചെയ്തു. ആ ചാർട്ട് പേപ്പർ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് അതിന്റെ ഔട്ട്ലൈൻ വെച്ചിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് നൈഫ് കൊണ്ടുള്ള നേരെ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ക്ലിയർ ആയോ? മാം, ഞാൻ വെട്ടിയ പാറ്റേൺ വെച്ചിട്ടാണ് അത് വെട്ടിയത്. പറയാം. അഭിനീത ആദ്യം പറയൂ. വിനീത ആദ്യം പറയൂ. ഞാൻ എന്നെ എടുത്തത് ഇതിപ്പോ നമ്മള് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതല്ല, ഇതും കുറച്ച് വലുതായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് ലെറ്റേഴ്സിന്റെ ഷേപ്പിൽ വെട്ടി എടുത്തിട്ട് സാൻഡ് പേപ്പറിന്റെ പൊക്കത്ത് വെച്ചിട്ട് കത്രിക കൊണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. മാം, നമ്മൾ ഈ സാൻഡ് പേപ്പറിന്റെ ബാക്കിൽ വരയ്ക്കുമ്പോ എന്താന്ന് വെച്ചാൽ എഫ് ഒക്കെ വരയ്ക്കുമ്പോ എനിക്ക് അത് അബദ്ധം പറ്റി. ഞാൻ ഈ വരെ ചെയ്തു, എഫ് എത്തിയപ്പോ അത് തലതിരിഞ്ഞു പോയി. അത് ശരിയാ മാം. ഞാനും ആദ്യം ചെയ്തപ്പോ അത് തിരിഞ്ഞു പോയി. നമ്മള് ബാക്ക് സൈഡിൽ എഴുതി കഴിയുമ്പോ നമ്മൾ ഇപ്പുറത്ത് വെട്ടുന്ന സമയത്ത് അത് തിരിഞ്ഞു പോയി. ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഞാൻ എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്തോ? ഇങ്ങനെ ചെയ്തു നോക്കട്ടെ. ഓക്കെ. അതിന്റെ ബാക്ക് സൈഡിൽ എന്താ കാർഡ്ബോർഡ് ആണോ? അത് കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ മീതെ ഒട്ടിച്ചിട്ട്. സി എന്തെങ്കിലും പറയാനാണോ? വേറെ ആരോ കൂടെ വന്നത്, രമ്യ എന്തോ പറയാൻ വന്നു. വേറെ ആരോ ഉണ്ടായിരുന്നു. ഞാൻ അത് ആരാന്ന് കണ്ടില്ല. ഓക്കെ. മിസ്, എന്റെ ക്യാമറ ഓൺ ആണോ? എനിക്ക് കാണുന്നില്ല. ഓണാണ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ. ലെറ്റർ ഒട്ടിച്ചു, ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ ചെയ്തു. ടീച്ചർ മറ്റേ തെർമോപോൾ ഇല്ലേ, അതിന്റെ കട്ടി കൊണ്ട് നമ്മുടെ
ഈ വാഷിംഗ് മെഷീന്റെ ഒക്കെ മേളിൽ വെച്ചിട്ട് കിട്ടൂലേ? ഓക്കെ. കറക്റ്റ് ഒരു സ്ക്വയർ പീസ് പോലെ തന്നെ. ആ അത് ചെയ്തിട്ട് ഈ സാൻഡ് പേപ്പർ ഒട്ടിക്കുന്നതിന് അങ്ങനെ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഈ തെർമോകോളിന് എന്തോ അലർജി ഇഷ്യൂ ഉണ്ടെന്ന് പറയണ്ട. അല്ല, അപ്പൊ അത് കവറിങ് വരെയല്ലേ? ഏതാ? കവറിംഗ് ആണ് അത്. പറഞ്ഞതാണ് നമുക്ക് ശരിക്കും തെർമോകോൾ കൊണ്ടുള്ള ലെറ്റേഴ്സും ഉണ്ടാക്കേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ ചെയ്തു വെച്ചു. പക്ഷെ ഞാനൊന്നും സ്കൂളുകളിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു. പിള്ളേര് ഇത് കിള്ളി പൊളിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് ശരിയാണ്. അതിങ്ങനെ ഉരുട്ടി എടുക്കാൻ. ഞാൻ അലീനയുടെ മെസ്സേജ് വളരെ റെലവെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അലീനയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തേക്കണം, നോക്കട്ടെ കേട്ടോ. സാൻഡ് പേപ്പർ നമ്മൾ ഫിക്സഡ് ആയിട്ട് നമുക്ക് മൂവിങ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ആണ്. പേര് തന്നെ അങ്ങനെയാണ്, മൂവിങ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. ഇപ്പൊ ബുക്കിൽ ഒട്ടിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് മൂവിങ് അല്ലെ, കുട്ടികൾക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ജസ്റ്റ് അതിന്റെ മുകളിലൂടെ വിരൽ ഓടിക്കാനേ പറ്റുള്ളൂ. ഓക്കെ മഹേഷി, കുഴപ്പമില്ല, അത് സെക്യൂർ ആയിട്ട് ഇരുന്നോട്ടെ. മാം അതിനുള്ളത് വേറെ വെച്ചിട്ടുണ്ട് മോഡല്. ഓക്കെ, ഇത് ഞാൻ പൊട്ടിച്ചെന്നുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അലീന കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റി കൊടുക്കാം. യെസ്, കറക്റ്റ്. ലെറ്റർ പറയുമ്പോൾ അവർ ചൂസ് ചെയ്യും. പിന്നെ ടീച്ചർ എടുക്കുന്ന ലെറ്റർ ഏതാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യാൻ പറ്റും. ഞാൻ അത് സ്കൂളിൽ ചെയ്യിപ്പിച്ചായിരുന്നു. ദാറ്റ്സ് വെരി ഗുഡ് അലീന. ഓക്കെ, അപ്പം പലരുടെയും ഒരു ടെൻഷൻ, എന്ത് പോയി ഫസ്റ്റ് ഡേ പഠിപ്പിക്കും, നിങ്ങൾക്ക് തന്നെ വരുമല്ലേ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ എല്ലാമാണ്. സാൻഡ് പേപ്പർ കട്ട് ചെയ്തു, കാർഡ്ബോർഡ് സ്ക്വയർ ഷേപ്പിൽ എടുത്ത് കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്തു, ലെറ്റേഴ്സ് ഒട്ടിച്ചു. യെസ്, ഈ മെത്തേഡിനെയാണ് ഞാനും ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ. അല്ലാതെ സാൻഡ് പേപ്പർ ഡയറക്റ്റ് കട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഓക്കെ, സിയ എന്തെങ്കിലും? സിയയുടെ തംസപ്പ്. അപ്പൊ ഓക്കെ അലീന, ദാറ്റ് വാസ് വെരി ഗുഡ്. ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ക്ലാസ്സിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ്. രാവിലെ ആരുടെ മെസ്സേജ് ആയിരുന്നു? സൗമ്യ. ടെൻഷനായിട്ടാണ് ഫസ്റ്റ് ഡേ പോവുക ടീച്ചിങ് പ്രാക്ടീസിന്. കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭയങ്കര ഹാപ്പി. സൗമ്യ ഇവിടെ എങ്ങാനും ഉണ്ടോ? ഓക്കെ മാം, ഇന്റേൺഷിപ്പിന് പോകുമ്പോ കാർഡ്ബോർഡ് വല്ലാതെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ലെറ്റേഴ്സ് പഠിപ്പിക്കണം, ഓൾറെഡി പഠിപ്പിക്കണം അവർക്ക്. എന്നാലും ഞാൻ 2-3 കുട്ടികൾക്ക് പിള്ളേർക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പൊ അവരെ കയ്യിൽ അത് കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാരും എഴുതി തരും. അപ്പൊ എഴുതി തരാത്ത 2-3 പിള്ളേരുണ്ട്. അപ്പൊ അവരെ കയ്യിൽ ഞാൻ ഈ കാർഡ്ബോർഡിൽ എഴുതിയത് ഇങ്ങനെ വെച്ചിട്ട്, അപ്പൊ അവരതിങ്ങനെ നോക്കി ആദ്യം വിരലിട്ട് ഇങ്ങനെ വെക്കാൻ പറയും. അപ്പൊ അത് നോക്കിയിട്ട് ഇങ്ങനെ സ്ലേറ്റിൽ ഇങ്ങനെ വരക്കും. അതുകൊണ്ട് കുറച്ച് വിട്ടിപ്പോ മലയാള അക്ഷരങ്ങള് ആന്നില്ല അക്ഷരം അവർക്ക് അറിഞ്ഞില്ല, വേറെ അക്ഷരങ്ങൾ അറിയായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് വിരലിങ്ങനെ വെച്ച് കുറച്ച് വലുതാക്കി എഴുതി കൊടുത്തു സ്ലേറ്റിൽ. പിന്നെ അതും ഇത് നോക്കിയിട്ട് അതുമ്പോ കൂടി വെറുതെ ഇങ്ങനെ വരക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പഠിച്ചു. അപ്പൊ നല്ല സന്തോഷായി. ആ ടീച്ചർ പറഞ്ഞു, ഞാൻ കുറേ ദിവസമായി ഇവനെ കൊണ്ട് മെനക്കെടുന്നു ഈ പഠിപ്പിക്കാനായിരുന്നു. അപ്പൊ ആ കുട്ടി എഴുതി തന്നു എനിക്ക്. കൊറേ പ്രാവശ്യം, ഒരു 10-15 പ്രാവശ്യം വെറുതെ ഇങ്ങനെ പെൻസിലേറ്റ്. അപ്പൊ അത് ഇതിൽ കൂടിയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആവുണ്ട്. അതൊന്നും ഈ നോക്കണം, ഇങ്ങനെ എഴുതിയാൽ മതി. അമ്മ കൂടി അറിഞ്ഞു കൊറേ ഒരു 1/2 മണിക്കൂർ അതുമ്മ കൂടി എഴുതി. പിന്നോട് സ്വന്തമായിട്ട് എഴുതി അങ്ങോട്ട് 2-3 എഴുതി. അപ്പൊ എനിക്ക് നല്ല സന്തോഷായി. അപ്പൊ ടീച്ചർ പറഞ്ഞു, അവന് പെൻസിൽ തന്നെ പിടിക്കാൻ വയ്യില്ല, അവന്റെ രക്ഷിതാവും നോക്കണില്ല. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, നമ്മൾ ഫീസ് വാങ്ങിയിട്ടല്ലേ പഠിപ്പിക്കുക. 6 മാസമായിട്ട് ഈ കുട്ടിക്ക് ഫസ്റ്റ് അക്ഷരം നമ്മള് രാന്നൊക്കെ പഠിച്ചിട്ട് കുട്ടി അതന്നെ എഴുതണില്ല. അപ്പൊ ഞാൻ ആദ്യം വെറും റാന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ അവന് സ്ലേറ്റ് നിറച്ച് റാന്ന് എഴുതി. അപ്പുറത്ത് പിന്നെ ഞാൻ രാന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ അവന് രാന്ന് കുറേ പ്രാവശ്യം വായിച്ചിട്ട് വീണ്ടും എഴുതിച്ചു. അപ്പൊ അത് 2 പാടെ കുടിച്ച് പിന്നെ 3 എഴുതി കൊടുത്തു. അപ്പൊ അവന് 3 മാത്രം എഴുതി. അപ്പൊ ഇത് 3 പാടെ കൂടെയല്ലേ ആന്ന്. അപ്പൊ ഞാൻ അവരെ കൊണ്ട് അങ്ങനെ വലിയതാക്കി എഴുതിയിട്ട് ഒറ്റ ഒരു സ്ലേറ്റിൽ എഴുതി കൊടുത്തു. പിന്നെ അവന് ഇങ്ങനെ അതിനെ കൂടി എഴുതി അവനതിനെ എഴുതി. അപ്പൊ ടീച്ചർ പറഞ്ഞ കുറേ ദിവസമായി ഇവനെ കൊണ്ട് മെനക്കെടുന്നു, കുറേ ദിവസമായി മെനക്കെടുന്നു. ഇവന്റെ ഉമ്മ ഇവനെ കൂട്ടിക്കണില്ല, എനിക്ക് ദേഷ്യം വല്ലതിക്കും ഇവനെ പഠിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓനെ ഞാനൊന്ന് പഠിപ്പിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ത്യയെ മടിയിൽ ഇരുത്തിയിട്ട് സ്ലൈറ്റ് അവന്റെ മടിയിൽ വെച്ച് ഓനെ കഴിയുമ്പോ ഞാൻ പിടിച്ചിട്ട് അങ്ങനെ എഴുതിച്ച് അവൻ പഠിച്ചു. അത് നല്ലൊരു അനുഭവമായി പഠിക്കല്. സൂപ്പറായി എഴുതി.
ഞാനും അതുപോലെ ചെയ്തത്. ആണോ? ഓക്കെ. നിങ്ങളൊക്കെ നല്ലപോലെ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലേ? നല്ല എന്താ പറയാ, നല്ല അനുഭവങ്ങളാണ്. നല്ല രസമാണ് ടീച്ചറെ ക്ലാസ് കയറാന്. ഞാൻ ഇനിയൊരു 10-15 ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പോരണ്ടേന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഈ പോണ്ട, അവിടെ തന്നെ നിന്നോ, വീട്ടിലെന്താ എനിക്ക് ഇത്ര പണി, ഇവിടെ തന്നെ നിന്നോ, കുറച്ച് ദിവസം കൂടി നിന്നോന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ലീവാണ്, കുറച്ച് ദിവസം ഞാൻ ലീവാണ്, ഇവിടെ നിന്നോ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യണു, കുട്ടികളെ പഠിക്കാൻ എനിക്ക് എല്ലാം അറിയുന്നുണ്ട്, ഇവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഇഷ്ടമാണ് നിൽക്കാൻ, എനിക്ക് നല്ല സന്തോഷമായി എന്ന് പറഞ്ഞു ഞാന്. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിലൂടെ കുട്ടികളുടെ വിരല് മൂവ് ചെയ്യണം. അതുകൊണ്ട് അവിടെ സെൻസസും വർക്ക് ചെയ്യും, അവരുടെ 2 ആക്ഷൻസും അവിടെ വർക്ക് ചെയ്യും. അവരുടെ സെൻസറി ആക്ഷൻസും അവിടെ വർക്ക് ചെയ്യും, അവരുടെ മോട്ടോർ ആക്ഷൻസും. ചെറിയ വിരലുകളിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ അവരെ ചെയ്യിക്കുന്നത്. ചില ആളുകൾ കണ്ടിട്ടുണ്ടോ, കുട്ടികളെ പെൻസിൽ കൈ പിടിച്ച് മുറുക്ക പിടിച്ച് അവർ പേടിച്ചു പോകും, അവർക്ക് വേദന എടുക്കണ്ടാവും. അതേസമയം ഈ ഒരു ടിങ്കിങ് എഫക്ട്, സാൻഡ് പേപ്പറിലെ റഫ്നെസ് വരുമ്പോൾ അവർക്കൊരു ഗിഗിൾ ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ അവർക്കൊരു ഇക്കിളിയാവുന്ന പോലെയോ, അവർക്ക് അത് ഇൻട്രസ്റ്റ് ആയിരിക്കും അതിലിങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട്. അവരങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊച്ചു വിരലുകളിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോഴാണ് അവർക്ക് എഴുതാൻ പറ്റുന്നത്. ശരിയാണ്, അവരെ വിരലിൽ ഇങ്ങനെ ആവട്ടെ. അപ്പൊ ആ കുട്ടിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിട്ടില്ലാന്ന് ഒന്ന് കുറച്ചുകൂടി വലിയ ടീച്ചർ ഉണ്ട് അവിടെ, അതിന്റെ കീഴിലാണ് ഈ ഞാൻ നിൽക്കുന്ന ക്ലാസ്സിലെ ടീച്ചറ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ആ കുട്ടിനെ കൊണ്ട് ഞാൻ എപ്പോഴും പറയാം അവളോട്, ഇങ്ങനെ ചെയ്യാ ടീച്ചറോട് പറയും, ഇങ്ങനെ ചെയ്യിക്കൊണ്ടു. ആ കുട്ടിന്റെ 2 കൈയും ഇങ്ങനെ ആവണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു 6 മാസം അടുപ്പിച്ചിട്ട് ഈ കുട്ടിക്ക് ഒന്നും എഴുതാൻ അറിയണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ ടീച്ചർ നിങ്ങൾ ഇങ്ങനെ ചെയ്യിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യിക്കലുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ പെൻസിൽ പോലും പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവോ? അപ്പൊ ഒന്നും കുട്ടിക്ക് സപ്പോർട്ടില്ല, അവന്റെ രക്ഷിതാക്കൾക്കൊന്നും ഒരു പരാതിയില്ല. ഇവനെ 1 കൂടി എഴുതാൻ അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവന് 1 പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇരുത്തികാണ്ട കുട്ടിക്ക് 1 പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ പെൻസിൽ പോലും അതിന് പിടിക്കാൻ കഴിയണില്ല. അപ്പൊ കുറെ കുട്ടികളുണ്ടാകുമ്പോ അവരെ ശ്രദ്ധിക്കാതെ ഇരിക്കുക. അപ്പൊ ഈ അറിയുന്ന കുട്ടികളും അറിയാത്ത കുട്ടികളും ഒക്കെ ഒരുമിച്ച് പറയുമ്പോ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കൂലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവന് 1 പഠിഞ്ഞു, റ പഠിഞ്ഞു, രാ പഠിഞ്ഞു, ആ പഠിഞ്ഞു, ഓരോ അക്ഷരങ്ങള് പഠിപ്പിച്ചു. അപ്പൊ ടീച്ചർ അതിന് പോണ്ട, അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞോട്. അപ്പൊ അത് കേട്ടപ്പോ നല്ല സന്തോഷമായി. എല്ലാ ടീച്ചേഴ്സിനും നല്ല സപ്പോർട്ട്, അവിടെ നിന്നോളൂ, ഉഷാറാണ് എന്നൊക്കെ പറയുന്നത്. നിക്കാൻ കഴിഞ്ഞ സ്കൂളാണ്. അപ്പൊ നിക്കാൻ കഴിഞ്ഞ നമുക്ക് നല്ല സന്തോഷമായി, നമ്മളെ മക്കള് പഠിക്കുന്ന സ്കൂളല്ലേ. എന്തായാലും ക്ലാസ് എനിക്ക് മോണ്ടിസോറിയില് കുറച്ച് 3-4 വർഷം മുന്നേ ചേർന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനാണ്. അത്ര മിസ്സായി. അതെ, ഓരോ സമയം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ തന്നെ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കണം. നമുക്കൊരു സമയം പഠിച്ചോ കണ്ടിട്ട് ആ സമയം എപ്പോഴാണ് എത്തിയത്. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു മോണ്ടിസോറി ട്രെയിനർ ആവുന്നു, നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കിയ സാധനങ്ങളായതുകൊണ്ടാണ് എനിക്കത് കളയാൻ തോന്നിയില്ല. ഞാൻ ചെയ്ത റെക്കോർഡാണെങ്കിലും അതെ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ. ഞാൻ എഴുതിയ റെക്കോർഡാണെങ്കിലും ഇപ്പൊ ഇതൊക്കെ എന്തിനാ സൂക്ഷിച്ചെന്ന് പല പ്രാവശ്യം എടുക്കും ഇതങ്ങ് ഡംപ് ചെയ്താലോ. പക്ഷെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് വരച്ചുണ്ടാക്കിയത് കാരണം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു, ഇതിന് വേണ്ട കളയാം. ഇതിപ്പോ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചു വെച്ചു. ആ സോക്സ് ഒക്കെ അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യം ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം മോശമായി ആ സോക്സ് ഒക്കെ. പക്ഷെ അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു. ഇതിങ്ങനെ ഞാനൊരു ട്രെയിനർ ആവുമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴും ഈ മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു ട്രെയിനർ ആകും, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ സംഭവം അപ്പൊ എന്തോ ആരോ ഇങ്ങനെ ഓൾറെഡി അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പോണം, കുറെ പേരെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ. അപ്പൊ ഇനിയിപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അടുത്ത ദിവസം തുടങ്ങിയ 9th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുക. ട്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്റെ ഫ്രണ്ടിന്റെ മോനാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ മോനാണ്. ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ബേസ് ഇല്ല. 9th CBSE ആണ്, കുട്ടിക്ക് ബേസ് ഇല്ല. സയൻസും മാത്സും അവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അടിക്കും പേടിപ്പിക്കും ഒക്കെ ചെയ്യുന്ന കാരണം പേടിച്ചിട്ട് അതിന് മാർക്ക് ഉണ്ട്.
പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റ് ഒന്നും അതിന് പറ്റുന്നില്ല. സോ ഞാൻ ചെയ്യേണ്ടത് അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു അതൊക്കെ അവനോട് ചോദിച്ച് മനസ്സിലാക്കി അവനെ അങ്ങനെ മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റ് എത്ര പോർഷൻ എടുത്തു അത് അവനെ കൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ വിടുക എന്നുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ കിട്ടുമല്ലോ, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമുക്കൊന്ന് ഒബീഡിയൻസ് നോക്കാം. അതും കൂടെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് മോണ്ടിസോറി ടീച്ചറാണ്. സോ കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഓക്കെ ഫൈൻ. ഒബീഡിയൻസ് ആര് Not if when the child comments to take part of other with an intelligent support effort. Not when acquiescence to summons become regular. Not when obedience to order becomes established. Not when the child obeys ardently and joyously. Not the relation of the various phenomena of obedience in their degrees to the increase of work, to the change of conduct. ഓക്കെ, ഒബീഡിയൻസ് നമുക്കറിയാം. ഒബീഡിയൻസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അച്ചടക്കം അല്ലെ. ഒബീഡിയന്റ് ആയിരിക്കണം, ക്ലാസ് യു ഷുഡ് ബി ഒബീഡിയന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് പ്രിൻസിപ്പൾ വന്നിങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഒരു വാർണിംഗ് ഒക്കെ തന്നിട്ട് പോകും കുട്ടികളെ ശബ്ദം ഉണ്ടാക്കുമ്പോഴല്ലേ. ഒബീഡിയൻസ് നമുക്ക് വേണ്ടത് ആ കുട്ടിയുടെ റെസ്പോൺസ്, ഡിസിപ്ലിനറി ആക്ഷനിൽ കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവൻ എങ്ങനെയാണ് ആ ഗ്രൂപ്പുമായിട്ട് മേർജ് ചെയ്തു പോകുന്നത്, ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെയൊക്കെ അവന്റെ ഒബീഡിയൻസിന്റെ ഒരു റിഫ്ലക്ഷനാണ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെ ആളുകളെ ആണെങ്കിലും അക്യൂസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കുണ്ടല്ലോ പലതും. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് പറ്റി. അങ്ങനെ നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് പറയും. നമുക്കിപ്പോ ഒരു ലോസ് സംഭവിച്ചു, ആ സംഭവിച്ച സമയത്ത് നമുക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഷൗട്ട് ചെയ്തു നമ്മളോട്, നമ്മൾ വളരെ എന്താ പറയാ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ വിചാരിച്ചു. അവര് ഷൗട്ട് ചെയ്ത സമയത്ത് നമുക്കത് ഭയങ്കര ഒരു വിഷമം തോന്നി. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവര് നല്ല ടെൻഷനിലായിരിക്കും, അങ്ങനെ നമ്മൾ പറയാറില്ല. സോ അതുപോലെ തന്നെ കുട്ടിയുടെ ആക്സെപ്റ്റൻസ് ആ ഒരു അത് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ്, ഇത് നിർബന്ധിച്ച് ഒരാള് സമ്മതിപ്പിക്കുന്ന പോലെയല്ല, അവൻ താല്പര്യത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയുള്ള ആക്സെപ്റ്റൻസ് ആണ് അക്യൂസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതങ്ങ് എസ്റ്റാബ്ലിഷ് ആവുക, ഡിസിപ്ലിൻ എന്നുള്ളത് ആ ഒരു ഒബീഡിയൻസ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അത് പലപ്പോഴും സന്തോഷത്തോടു കൂടി ഇതിപ്പോ നമ്മള് ഷൗട്ട് ചെയ്യുന്നു കുട്ടികളുടെ അടുത്ത്, കുട്ടികളെ ചിലപ്പോ അടിച്ച് സമ്മതിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പല കേസസ് നടക്കാറുണ്ട്. ഇതൊന്നും കൂടാതെ ഇഷ്ടത്തോടു കൂടിയുള്ള ആക്സെപ്റ്റൻസ്, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഒബീഡിയൻസ്, ഡിസിപ്ലിൻ. ഒറ്റ വാക്കിൽ നമ്മൾ അത് പറയുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റ വാക്കിൽ ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ്, സന്തോഷത്തോടുകൂടി ജോയിയസ്ലി കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ അച്ചടക്കം, ഒബീഡിയൻസ്, ഡിസിപ്ലിൻ എന്നെല്ലാം പറയുന്നത്. പിന്നെ പലപ്പോഴും കുട്ടിക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി അതിന്റെ റിപ്പീറ്റീഷനിൽ കാണാം ഈ ഒരു ഒബീഡിയൻസ്. അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ സ്വഭാവം, ബിഹേവിയറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവരുടെ ഒരു സ്വഭാവം മാറുന്നതിനനുസരിച്ച് ആ ഡിസിപ്ലിനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ചില സമയത്ത് പറയാറില്ലേ പാരന്റ്സ്, ഫസ്റ്റ് വീക്ക് ഒക്കെ സ്കൂളിൽ പോയപ്പം ഇച്ചിരി ഒരു ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ ഭയങ്കര ഓക്കെ ആയി അല്ലേ. ഓരോ ഇത് കഴിയുമ്പോൾ കുട്ടിയുടെ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് LP സെഷൻ ആകുമ്പോൾ ഒരു നല്ലൊരു വ്യത്യാസം കാണുമായിരിക്കും. UP അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഏജ് അല്ലെങ്കിൽ ഓരോ ഇത് മാറുന്നതിനനുസരിച്ച് ഒബീഡിയൻസിലും വ്യത്യാസം വരും. സോ അതാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റോൾ ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. അത് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, ഒരു ഗൈഡ്, ഒരു സപ്പോർട്ട്, ഒരു ഒബ്സർവർ ആയിരിക്കണം, പിന്നെ ഹംബിൾ ആയിരിക്കണം കുട്ടികളുടെ അടുത്ത്, പിന്നെ കുട്ടികളുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് വരണം. ഞാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് വോളണ്ടിയേഴ്സിനെ വേണമായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്.
എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ആകെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, വെദർ ഇറ്റ് ഇസ് മെയിൽ ഓർ ഫീമെയിൽ, കുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് വോളണ്ടിയേഴ്സിന് എടുക്കുന്നത്. നമ്മുടെ ബാച്ചിൽ അഞ്ജു എന്റെ ഒരു വോളണ്ടിയറാണ്, എന്റെ കൂടെ വോളണ്ടിയറാണ്. പക്ഷെ അഞ്ജുവിന് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം അഞ്ജുവിന് എന്നെ ഇതുവരെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ ഹോപ്പ് ഷീ വിൽ ജോയിൻ സൂൺ ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ അഞ്ജു ഈ ബാച്ച് അല്ലേ? അഞ്ജു ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? എന്തോ ഓർമ്മയില്ല. ഒരു അഞ്ജു എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കണ്ടിട്ടേ, നിയർ ബൈ പറവൂർ എന്നുള്ള രീതിയിലിട്ട്, കൊടുങ്ങല്ലൂർ എന്തോ തോന്നുന്നു അഞ്ജുവിന്റെ വീട്. അഞ്ജുവിന് പക്ഷെ ആ സമയത്തൊക്കെ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ല. സോ അങ്ങനെ വരും. അപ്പം കോണ്ടാക്ട് ആൻഡ് ഒബീഡിയൻസ് നമുക്ക് നല്ല രീതിയിൽ കുട്ടികളിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന 2 ഫീച്ചേഴ്സ് ആണ്. കുട്ടികളുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം നമുക്കതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം ഓരോ ദിവസം കഴിയുമ്പോൾ. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴാണെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെയൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നോട്ട് ചെയ്യാം. കോണ്ടാക്ട് ആൻഡ് ഒബീഡിയൻസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയല്ലോ, റോൾ ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഓക്കെ, ഈ സാറ്റർഡേ എന്തായാലും ക്ലാസ് നിങ്ങൾക്ക് പല പല ആവശ്യങ്ങൾ ഉള്ളത് കാരണം നമ്മൾ വേണ്ടാന്ന് വെച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെയാ പോർഷൻസ് കഴിയുന്നത്. ഡിസംബർ വെക്കേഷനൊക്കെ മുമ്പ് ആ എക്സാം നമ്മുടെ കഴിയുവാണെങ്കിൽ അതല്ലേ കുറച്ച് നല്ലത് അല്ലേ? നിങ്ങൾക്ക് വെക്കേഷൻ എൻജോയ് ചെയ്യാലോ. സോ ആ രീതിയിലെ പോർഷൻസ് എടുക്കാം. മിസ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതായത് അവിടെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവിടെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകണ്ടേ. അപ്പൊ എന്നോടും കൂടി ഒന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ട്. 2 ടീച്ചേഴ്സ് വേറെ ഉണ്ട്. അപ്പോ അത് നമുക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുമോ ആ ദിവസത്തെ? തീർച്ചയായിട്ടും. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കുട്ടിക്ക് പെൻസിൽ ഡ്രോയിങ്ങിന് ഒന്ന് ട്രെയിനിങ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതും ഞാനപ്പോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ അതും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യമല്ലേ? നമ്മുടെ സൈഡിലെ പോസിറ്റീവ് തിങ്സ് ആണ് കൂടുതലായിട്ടും. എക്സാമിന് മുൻപ് ഒരു റിവിഷൻ നോക്കാം. ഇതുപോലെ ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ടാവോ? ഇപ്പൊ കാണുന്നില്ല, ഒന്നുകൂടെ ഉയർത്തിപ്പിടിക്കാമോ ക്യാമറയിലേക്ക്? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമില്ലല്ലോ. ടഫാണ് നമുക്ക് ചെയ്യാനായിട്ട്, കുറെ കട്ടിങ് ഒക്കെ വരുമല്ലോ. മിസ്സേ നാളെ ചിൽഡ്രൻസ് ഡേ ആണ്. യെസ്, അത് പറയാൻ പറ്റൂ അല്ലേ? ലാസ്റ്റ് പറയാന്ന് പറഞ്ഞു, കുറെ പേര് പോവുകയും ചെയ്തു. നാളെ ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഞാൻ ഇന്ന് ജഡ്ജായിരുന്നു കിഡ്സ് മീറ്റിന്റെ. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചിൽഡ്രൻസ് ഡേയുമായിട്ട് കണക്ട് ചെയ്ത് എന്തെല്ലാം ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാമോ അതെല്ലാം ചെയ്യാം. ജസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുവാണെങ്കിൽ ഒരു റിപ്പറ്റീഷൻ വരില്ല. ഒരാളൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും, അങ്ങനെ രീതിയിൽ നിങ്ങൾ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊരു ഫസ്റ്റ് 20 മിനിറ്റ്സ് നമുക്കത് പ്ലാൻ ചെയ്യാം. ഓക്കെ, മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? അതെ, ഞാൻ സ്കൂളിൽ 2 വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് വന്നപ്പോ എനിക്ക് കുട്ടികളില്ല. അപ്പൊ ഞാൻ IVF ട്രീറ്റ്മെന്റിൽ പോയപ്പോ എനിക്ക് 3 മാസം ഞാൻ ക്ലാസ്സിൽ പോവാതിരുന്നപ്പോ ഞാൻ അത് റിസൈൻ ചെയ്തു. പിന്നെ 2ാമത് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ അതില് ഓഫീസ് വർക്കാണ് ഞാൻ ചെയ്യണത്. ഓഫീസ് വർക്കും ചെയ്യേണ്ട ഇൻക്ലൂഡ് ഞാൻ പഠിപ്പിക്കണമുണ്ട്. അപ്പൊ ആ ഓഫീസ് വർക്കിന്റെ റെക്കോർഡ് നമ്മൾ കാണിക്കേണ്ടി വരുമോ? ടീച്ചർ മിസ് പറഞ്ഞ ബുക്കില്ലേ, ടീച്ചർ മാനുവലില് റെക്കോർഡില് ഓഫീസ് വർക്ക് എന്താ ചെയ്യുന്നത്? ഓഫീസ് വർക്ക് ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണത്. അപ്പൊ അവിടെ റൈസ് വന്നതും പിന്നെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്മള് സിസ്റ്റത്തില് എത്ര പിള്ളേർക്ക് ഫുഡ് കൊടുത്തു, പിന്നെ സൺഡേ വെനസ്ഡേ എഗ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, അപ്പൊ അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ സിസ്റ്റത്തില്. പിന്നെ പല സ്റ്റോക്ക്
റൈസിന്റെ സ്റ്റോക്ക്, എഗ്ഗിന്റെ സ്റ്റോക്ക്, മിൽക്കിന്റെ സ്റ്റോക്ക് അത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ഇതിൽ മെൻഷൻ ചെയ്യണോ? അതൊന്നും മെൻഷൻ ചെയ്യണ്ട. നമുക്ക് റിലേറ്റഡ് വിത്ത് ലേണിംഗ്. ഇപ്പൊ കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് വിത്ത് അവരുടെ അക്കാദമിക്സ് ആൻഡ് അതർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമുക്ക് അതാണ് വരുന്നത്. ഇത് നോൺ മീൻസ് ദീപയുടെ നല്ല മനസ്സുകൊണ്ട് അവരെ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അതിൽ ചിലപ്പോൾ ചെയ്യാൻ ആളുണ്ടായിരുന്നു കാണില്ല, സ്കൂളിൽ നല്ല രീതിയിൽ അത് നടക്കണ്ടായിരുന്നില്ല. ദീപയ്ക്ക് അതിൽ കേപ്പബിൾ ആണെന്ന് കണ്ടപ്പോ അവര് തോന്നുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മളെ ആരും പറ്റിക്കരുത്. അതൊന്നും കൂടെ ഒന്ന് ആലോചിക്കുക. നമ്മൾ മുടക്കുന്നതായിട്ട് ഉള്ള തോന്നൽ വരികയാണെങ്കിൽ ഇപ്പൊ തന്നെ ആക്ഷൻ എടുത്തോളുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് നമ്മളല്ലല്ലോ ചെയ്യണ്ടേ, അതിന് നമ്മളല്ലല്ലോ ചെയ്യണ്ടേ. എഗ് കൊടുക്കണം, ഫുഡ് കൊടുക്കണൊക്കെ അതിന് വേറെ ആളുണ്ടല്ലോ. അത് മിസ് അത് വേറെ നമ്മൾ ഞാൻ 2 ഇയർ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറിയിൽ ചേർന്നതിന് മുമ്പ് ഞാൻ 2 ഇയർ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആ സ്കൂളിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റും അടുപ്പും അവരോടുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം അവരും ഏൽപ്പിച്ചത്. സന്തോഷത്തോടു കൂടി ദീപ അതുകൊണ്ടായിരിക്കാം അത് ഏറ്റെടുത്തത്. നോ പ്രോബ്ലം. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും ഓൾഡ് ഏജ് ആയതുകൊണ്ട് അമ്മ കടപ്പായപ്പോ എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായപ്പോ പിന്നെ അമ്മച്ചി അപ്പച്ചനും മരിച്ചു പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എന്റെ ഫ്രണ്ട് വഴി, വീടിന്റെ അടുത്തുള്ളൂ, 10 മിനിറ്റേ ഉള്ളു വഴി. അപ്പൊ അങ്ങനെ ഞാൻ പോയത്. പിന്നെ ഞാൻ ട്രീറ്റ്മെന്റിന് പോയപ്പോ പിന്നെ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് ഫെയിൽഡ് ആയപ്പോ ഞാൻ രണ്ടാമത് റീജോയിൻ ചെയ്ത്. എൻഗേജ്ഡ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കുക, എൻഗേജ്ഡ് ആയിരിക്കുക. നോ പ്രോബ്ലം. പക്ഷെ നമ്മളെ എനിക്ക് തോന്നുന്നു ആ ഒരു ബന്ധം അവരുമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവരത് ഏൽപ്പിച്ചത്. അങ്ങനെ രണ്ടാമത് വീട്ടിൽ വന്ന് മിസ് വന്ന് വിളിച്ചതാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോയതാണ്. മിസ്സിനോട് ചോദിച്ചിട്ട് ഈ കാര്യം ഒന്നും മെൻഷൻ ചെയ്യണ്ട. ഓക്കെ മാം, താങ്ക് യു. ലെസൺ പ്ലാനിങ് മിസ് നമുക്ക് 15 ദിവസത്തെ മതില്ലേ ലെസൺ പ്ലാനിങ്? ലെസൺ പ്ലാനും ടീച്ചിങ് മാനുവലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ലെസൺ പ്ലാൻ തലേ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കാണിക്കണം തോന്നുന്നു. അടുത്ത ദിവസം ഞാൻ എന്താണ് എടുക്കാൻ പോകുന്നത്. അത് ചില സ്കൂളുകൾക്ക് അവരുടെ ഫോമാറ്റ് ഉണ്ടാകും, അങ്ങനെ ഇല്ലാത്തവർ ചില സ്കൂളുകൾക്ക് അത് ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ കൊണ്ടുവരൂ എന്നുള്ള രീതിയിൽ പറയണ്ടാവും. അങ്ങനെയൊക്കെ പലരും പറഞ്ഞു അങ്ങനെ. അപ്പൊ നമുക്ക് കുറെ ഫോർമാറ്റുകൾ ഉണ്ട്. ലെസൺ പ്ലാനിന്റെ ഫോമാറ്റ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലെസൺ പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കലല്ലോ, നമ്മള് അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവിടെ ഒരു ലെസൺ പ്ലാൻ ഇല്ല. നമ്മൾ എന്താണോ ആക്ടിവിറ്റി എന്താണോ കൊടുക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് ടീച്ചിങ് മാനുവൽ ആയി ചുരുങ്ങിയത്. BEd പോലെ അല്ല മോണ്ടിസോറി, ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ടീച്ചിങ് മാനുവലും BEdകാർക്ക് ലെസൺ പ്ലാനും. പക്ഷെ അത് നമ്മൾ പോകുന്ന സ്കൂളുകൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ടീച്ചേഴ്സ് പറഞ്ഞു അത് കുഴപ്പമില്ല, ലെസൺ പ്ലാനിങ് എഴുതിയാലും പ്രശ്നമില്ല, ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് അവര് എഴുതണേന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മാറ്റി എഴുതണോ ടീച്ചർ മാനുവൽ? എനിക്ക് ടീച്ചിങ് മാനുവലിൽ ആകെ നിങ്ങളുടെ ഒബ്സർവേഷൻ ആണ് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. കാരണം പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ആ സ്കൂളിൽ ഇപ്പൊ എന്ത് ചെയ്യിച്ചു, ഞാൻ എന്ത് കണ്ടു എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് പോകുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാര്യം, നാളെയും അത് ഓർത്തിരിക്കും. പക്ഷെ നിങ്ങളൊരു 1 month കഴിയുമ്പോൾ ഓരോ ദിവസം എന്താ ചെയ്യിച്ചെന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരില്ല. അതുകൊണ്ടാണ് അതൊരു ഫയലാക്കാൻ പറഞ്ഞത്. പേര് മാറ്റിയാൽ മതിയല്ലേ, ലെസൺ പ്ലാനിങ് എഴുതാതെ ടീച്ചർ മാനുവലിന് എഴുതാം അല്ലെ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്, ലെസൺ പ്ലാൻ നമ്മൾ തലേ ദിവസം തന്നെ സബ്മിറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഇനീഷ്യലി ചെയ്യിക്കണം. ടീച്ചിങ് മാനുവൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇനീഷ്യലി ചെയ്യിക്കുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞാലാണ് നമുക്ക് മൈ ഇവാലുവേഷൻ എന്നുള്ള ഭാഗം എഴുതാൻ പറ്റുള്ളൂ. ഞാൻ എന്താണ് കുട്ടികളിൽ കണ്ട വ്യത്യാസം, ഞാൻ ഈ ആക്ടിവിറ്റി രണ്ടും എഴുതുന്നുണ്ട്. ലെസൺ പ്ലാനിങ് എന്താണ് അവര് ഇന്ന ദിവസം എന്താണ് നാളെ എടുക്കണമെന്ന് ചോദിക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആക്ടിവിറ്റി കുട്ടികൾ ചെയ്ത് നമ്മൾ ആക്ടിവിറ്റി ചെയ്തിട്ട് കുട്ടികള് അതിന്റെ പ്രതികരണം ചെയ്തു എന്നുള്ള അതും എഴുതുന്നുണ്ട്. അപ്പൊ രണ്ടും ഓക്കെ, അങ്ങനെ ആകുമ്പോ പ്രശ്നമില്ലല്ലോ? ഇല്ല, നോ പ്രോബ്ലം. രണ്ടും നല്ലത് തന്നെയാണ്, നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. മെത്തേഡ് മോണ്ടിസോറി ആയതുകൊണ്ടാണ് ലെസൺ പ്ലാനിനേക്കാളും ടീച്ചിങ് മാനുവലിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചില സ്കൂളുകൾ ഡിമാൻഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുകയാണെങ്കിൽ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.